നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ കയ്യിലല്ലേ? നമുക്കിനി കമ്പോണൻസ് ഓഫ് ഡേറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാം. അതായത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ വരെ നോക്കി വെച്ചിരുന്നത് ടോപ്പ് ടയർ, അതുപോലെ ബോട്ടം ടയർ, മിഡിൽ ടയർ, പിന്നെ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചായിരുന്നു. ഇപ്പൊ ടുഡേ നമുക്ക് വി ലേൺ അബൌട്ട് കമ്പോണൻസ് ഓഫ് ഡേറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. എന്തൊക്കെ കമ്പോണൻസ് വരാമെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് അതായത് മെയിൻ 6 കമ്പോണൻസ് ആണ് ഈ നോട്ടിൽ പറയുന്നത്. ഡേറ്റ വെയർഹൗസ് ഡേറ്റാബേസ്, പിന്നെ ETL, മെറ്റാ ഡേറ്റ വെയർഹൗസ് ആക്സസ് ടൂൾ, ഡേറ്റ വെയർഹൗസ് ബസ്, ഡേറ്റ വെയർഹൗസ് റിപ്പോർട്ടിംഗ് ലെയർ. അപ്പൊ ഇത്രയും ആണ് ലെയേഴ്സിനെ കുറിച്ച് പറയുന്നത്, മെയിൻ കമ്പോണൻസ്. അതായത് ഡേറ്റ വെയർഹൗസ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാല് the central component of a data warehouse data architecture is a data warehouse database that stores all enterprises data and makes it manageable for reporting. അതായത് ഡേറ്റ വെയർഹൗസ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാബേസ് അതിനൊരു മെയിൻ കമ്പോണന്റ് ആണ്. അത് നമുക്കറിയാം അല്ലെ? വെയർഹൗസ് എന്ന് പറയുമ്പോൾ മൊത്തം ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പക്ഷെ ഇതിനകത്തെ ഓരോ ഡേറ്റാബേസും ഇതിനകത്ത് ഒരു മെയിൻ കമ്പോണന്റ് ആണ്. ഒബിയസ്ലി ദിസ് മീൻസ് we need to choose which kind of database you will use to store data in your warehouse. നമ്മൾ ഈ ഒരു വെയർഹൗസ് നമ്മൾ ബിൽഡ് ചെയ്ത് നോക്കുക. അപ്പൊ ആ വെയർഹൗസിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡേറ്റാബേസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഏത് തരത്തിലുള്ള ഡേറ്റാബേസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ പലതരത്തിലുള്ള ഡേറ്റാബേസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ഡേറ്റാബേസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ ടിപ്പിക്കൽ റിലേഷണൽ ഡേറ്റാബേസ്, അനലിറ്റിക്സ് ഡേറ്റാബേസ്, പിന്നെ നമ്മുടെ ഒറാക്കിൾ പോലുള്ള അങ്ങനെയുള്ള ഡേറ്റാബേസുകളുണ്ട്, പിന്നെ ക്ലൗഡ് ബേസ്ഡ് ഡേറ്റാബേസസ്. അങ്ങനെ 4 തരത്തിൽ നമ്മൾ അതാണ് ഡേറ്റാബേസിനെ കുറിച്ച്. ഡേറ്റ വെയർഹൗസിലെ ഡേറ്റാബേസ് ഏതാണെന്ന് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യണം. SQL പഠിച്ച് നമുക്കറിയാം, നമ്മളിപ്പോൾ SQLിനകത്താണ് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ആക്സസ് പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, അവിടെയും ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ അതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഏത് തരത്തിലുള്ള ഡേറ്റയാണ്, ഒന്നെങ്കിൽ അത് റിലേഷണൽ ഡേറ്റാബേസ് ആകാം, RDBMS ആകാം. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ടിപ്പിക്കൽ റിലേഷണൽ ഡേറ്റാബേസസ് ആർ റോ സെന്റർ ഡേറ്റാബേസസ്. അതായത് ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് SQL സെർവർ, സാപ്പ്, ഒറാക്കിൾ, IDBM, DB2. അതൊക്കെ ഒരു അതായത് ഡേറ്റാബേസുകളുടെ പേര്. നമുക്ക് ഫെമിലിയർ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന SQL അല്ലെ, ഒറാക്കിൾ, ഇതൊക്കെ റിലേഷണൽ ഡേറ്റാബേസ് വരും. അത് തന്നെയാണ് തേർഡ് പോയിന്റിലും പറയുന്നത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് അനലിറ്റിക്സ് ഡേറ്റാബേസസ് are precisely developed for data storage to sustain and manage analytics such as Teradata or Greenplum. അതായത് നമുക്ക് അനലിറ്റിക്കൽ ഡേറ്റാബേസുകളിലോട്ട് വേണമെങ്കിൽ ഏത് ഡേറ്റാബേസ് സെലക്ട് ചെയ്യുക. അനലിറ്റിക്കൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലല്ലേ, അതായത് നമ്മൾ സ്റ്റോർസ് ആൻഡ് മാനേജസ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഫോർ അനലൈസിസ് ആണെങ്കിൽ നമ്മൾ അനലിറ്റിക്സ് ഡേറ്റാബേസസ് യൂസ് ചെയ്യും. അത് നമുക്കിവിടെ അനലൈസ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതല്ല നമുക്ക് റിലേഷണൽ ഡേറ്റാബേസിലൂടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് SQL കൊറി വെക്കും. SQL മതി, മൈക്രോസോഫ്റ്റിന്റെ SQL സെർവർ അങ്ങനെയുള്ള കണ്ടന്റ് മതി. ഇനി തേർഡ് വൺ പറയുന്ന data warehouse applications are not exactly kind of storage databases, but several dealers now offer applications that offer software for data for several dealers. അതായത് ഏതൊക്കെ നമുക്ക് പലതരത്തിലുള്ള വേറെ അല്ലാതെ ഡീലർമാർ അങ്ങനെയുള്ളതിനെ വെച്ച് വേണമെങ്കിൽ ഡേറ്റാബേസിൽ ഇടും. അതായത് SAP, HANA, Oracle, Exadata, IBM, Nexia ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ്. അപ്പൊ പിന്നെ പറയുന്ന ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ആർ ഹോസ്റ്റഡ് ആൻഡ് റിട്രീവ്ഡ് ഓൺ ദി ക്ലൗഡ് സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു procure any hardware to set up your data. അതായത് ക്ലൗഡ് ബേസ്ഡ് ഡേറ്റാബേസിൽ നമുക്ക് വേണേൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലും എല്ലാം ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. കാരണം അവിടെ എക്സ്ട്രാ ഹാർഡ്വെയറിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളല്ലാതെ മാനുവലായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഹാർഡ്വെയറുകളെല്ലാം വേണം. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഹാർഡ്വെയറുകൾ, ആക്സസ് ചെയ്യാനുള്ള ഹാർഡ്വെയറുകളെല്ലാം വേണം. പക്ഷെ ക്ലൗഡ് ബേസ്ഡ് ആണെങ്കിൽ അവിടെ ഹാർഡ്വെയറുടെ ആവശ്യമില്ല. അതായത് ആമസോൺ റെഡ്ഷിഫ്റ്റ് എന്ന് നമ്മൾ പഠിച്ചല്ലേ, ഗൂഗിൾ, ബിഗ്ക്വറി, മൈക്രോസോഫ്റ്റ് അഷ്വർ ഒക്കെ നമ്മൾ അവിടെ ഒക്കെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു മൊബൈൽ ഫോൺ മാത്രം മതി. അങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫസ്റ്റ്
എന്താ ഡേറ്റാ വെയർഹൗസ് ഡേറ്റാബേസ് പറയുന്നത് കേട്ടോ. അതായത് ആർക്കിടെക്ചറിനകത്ത് വരുന്ന മെയിൻ കമ്പോണന്റ് ആണ് ഡേറ്റാബേസ് ഏതാക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ റിലേഷൻ ഡേറ്റാബേസ് ആകാം, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ അനലിറ്റിക്കൽ ബേസ്ഡ് ആകാം. പിന്നെ സെക്കൻഡ് പറയുന്നത് ETL, എക്സ്ട്രാക്ഷൻ, ട്രാൻസാക്ഷൻ ആൻഡ് ലോഡിംഗ് ടൂൾസ്. ETL ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് ഡേറ്റയെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയിൽ നമ്മൾ ഡേറ്റ മാർട്ടിലോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതായത് ETL ടൂൾസ് ആർ സെൻട്രൽ കമ്പോണന്റ് ഫോർ enterprise data warehouse architecture. These tools helps extract data from different sources, transform it into a suitable arrangement and load it to a data warehouse. അതായത് ETL ടൂൾസ് വെച്ച് എങ്ങനെ അതിനെ നമുക്കതിനെ ഡിറ്റർമിൻ ചെയ്യാമെന്നാണ് ആ പോയിന്റ്സിൽ പറയുന്നത്. ETL ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ETL ടൂൾ യൂസ് ടു വിൽ ഡിറ്റർമിൻ ദി ടൈം എക്സ്പെൻഡഡ് ഇൻ ഡേറ്റ എക്സ്ട്രാക്ഷൻ. അത് ഡേറ്റ എക്സ്ട്രാക്ഷൻ നമ്മൾ ചിലവഴിച്ച സമയം, അതൊരു മെയിൻ കമ്പോണന്റ് ആയിരിക്കുമല്ലോ. പിന്നെ അപ്രോച്ചസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഡേറ്റ, നമ്മൾ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ സമീപിച്ച അപ്രോച്ചസുകളൊക്കെ, അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ സമീപിച്ചെന്നുള്ളത്, എങ്ങനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എക്സലിലാണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറില്ലേ, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇരുന്നുകൊണ്ട്. ഇപ്പം ഒരു സ്റ്റുഡൻസ് ലിസ്റ്റ് റിസൾട്ട് ഷീറ്റ് ആണെങ്കിൽ 90 എബോ ഉള്ളവർ മാത്രം ഒരു ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറയാൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം അല്ലേ. ഒന്നെങ്കിൽ ഇത് അഡ്വാൻസ്ഡ് ഫിൽട്ടറോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിൽട്ടറോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാറുണ്ട് എന്ന് പറയുന്ന പോലെ ഏത് എക്സ്ട്രാക്ട് അപ്രോച്ചസ് ആണ് യൂസ് ചെയ്തതെന്നുള്ളത്. പിന്നെ കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈഡ് ആൻഡ് ദി സിംപ്ലിസിറ്റി ടു ഡു സോ. അതായത് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് അതിന് വരുത്തി, ഈ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ നേരം നമ്മൾ ആ ഡേറ്റ എന്തൊക്കെ പരിവർത്തനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ബിസിനസ് റൂൾ ഡെഫിനിഷൻസ് ഫോർ ഡേറ്റ വാലിഡേഷൻ ആൻഡ് ക്ലെൻസിംഗ് ടു ഇംപ്രൂവ് എൻ പ്രോഡക്റ്റ് അനലൈസിസ്. അതായത് എൻ പ്രോഡക്റ്റ് അനലൈസിസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഡേറ്റ വാലിഡേഷനും അതുപോലെ ക്ലെൻസിംഗ് ഉള്ള ബിസിനസ് റൂളുകളൊക്കെ യൂസ് ചെയ്തോ. നമുക്കിപ്പം ഒരു പ്രോഡക്റ്റ് ലാസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഡേറ്റ വാലിഡേറ്റ് ചെയ്തിട്ട് അതിനുള്ള ക്ലെൻസ് ചെയ്യാനുള്ള ബിസിനസ് റൂളുകളൊക്കെ അപ്ലൈ ചെയ്തോ. പിന്നെ ഫില്ലിംഗ് മിസ്ലൈഡ് ഡേറ്റ, തെറ്റായ ഡേറ്റ പൂരിപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് കളയാൻ പറ്റും അല്ലെ, തെറ്റായ ഫില്ലിംഗ് മിസ്ലൈഡ് ഡേറ്റ. പിന്നെ ഔട്ട്ലൈനിങ് ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ഫണ്ടമെന്റൽ ഡെപ്പോസിറ്ററി ടു യുവർ BI ആപ്ലിക്കേഷൻസ്. BI മീൻസ് ബിസിനസ് ഇന്റലിജൻസ് ആപ്ലിക്കേഷനിലേക്കുള്ള വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഒരു ഔട്ട്ലൈന്, ഒരു രൂപരേഖയൊക്കെ നമുക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണ് സെക്കൻഡ് പോയിന്റ് ETL പറയുന്നത്. അതായത് ETL എന്ന് പറയുന്നത് ഡേറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. ഈ ആർക്കിടെക്ചറിന്റെ ഈ ETL ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ. അപ്പൊ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റും, അത് എത്രമാത്രം സമയം എടുത്താണ് എക്സ്ട്രാക്ട് ചെയ്തത്, അതുപോലെ തെറ്റായിട്ടുള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് വിട്ടു. പിന്നെ ആ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, ഇപ്പൊ ഫംഗ്ഷൻസ് യൂസ് ചെയ്താണോ എക്സ്ട്രാക്ട് ചെയ്തത്, പിന്നെ നമ്മൾ അതിൽ നിന്നും വേണ്ടാത്ത ഡേറ്റയെ ക്ലെൻസ് ചെയ്ത് കളയുന്നുണ്ടോ, അതിനകത്ത് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ വരുത്തിയാണ് അതിനെ എക്സ്ട്രാക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ETL എന്ന് പറയുന്ന കമ്പോണന്റിൽ നിൽക്കും. പിന്നെ തേർഡ് കമ്പോണന്റ് പറയുന്നത് മെറ്റഡേറ്റ. ഇന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, മെറ്റഡേറ്റ എന്താന്ന് പറഞ്ഞു, ഡേറ്റ എബൌട്ട് ഡേറ്റയാണ് മെറ്റഡേറ്റ. അതായത് ഒരു ഇൻഡെക്സ്, ഒരു ബുക്കിന്റെ ഇനി ഒരു പേജിലോട്ട് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് നോക്കി പോകുന്നു അല്ലെ. അതായത് ആ ബുക്കിന്റെ 8ാമത്തെ പേജിൽ കിടക്കുന്ന ഡേറ്റയെ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ആദ്യം ഇൻഡെക്സ് നോക്കിയാൽ. അപ്പം ഇൻഡെക്സ് നോക്കി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻഡെക്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഒരു ഡേറ്റ അറിയാൻ വേണ്ടി നമ്മൾ വേറൊരു ഡേറ്റ യൂസ് ചെയ്യുമല്ലേ, അപ്പൊ അതിനെയാണ് മെറ്റാ ഡേറ്റ എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഇവിടെ ഇപ്പൊ പറയുന്നത് metadata describes data warehouse database and offers a framework for data. It helps for constructing, preserving, handling and making use of data warehouse. Data warehouse-ലെ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു മെറ്റാഡേറ്റകൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ there are 2 types of metadata ഉണ്ട്, ടെക്നിക്കലും ഉണ്ട്, ബിസിനസ് മെറ്റാഡേറ്റ ഉണ്ട്. അത് നോക്കി വെച്ചോണം. മെറ്റാഡേറ്റയെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട്, ഷോർട്ട് നോട്ട്സ് ഓൺ മെറ്റാഡേറ്റ എന്ന് ചോദിച്ച ഉടനെ അതിനെ മെറ്റാഡേറ്റ എന്താണെന്നും എക്സാമ്പിൾ വെച്ച് എഴുതിയതിനു ശേഷം അതിന്റെ ടൈപ്പ് എഴുതി വെച്ചാൽ മതിയല്ലോ. അപ്പം മെറ്റാഡേറ്റയുടെ 2 ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് ടെക്നിക്കലും ഉണ്ട്, ബിസിനസ് മെറ്റാഡേറ്റ ഉണ്ട്. അപ്പൊ ടെക്നിക്കൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡേറ്റ, ഡേറ്റയുടെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്താണ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് മാനേജേഴ്സ് വെൻ എക്സിക്യൂട്ടിംഗ് വെയർഹൗസ് ഡെവലപ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടാസ്ക്. അതായത് ഒരു ഡേറ്റ സ്ട്രക്ചറിനെയോ സ്റ്റോറേജിനെയോ ഫോർമാറ്റിനെയോ ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനെ വരുന്ന ഡേറ്റയാണ് ടെക്നിക്കൽ മെറ്റാഡേറ്റ വരുന്നത്. ഇപ്പൊ നമ്മൾ ഡേറ്റ സ്ട്രക്ചർ, നമുക്ക് ഡേറ്റ സ്ട്രക്ചർ ഒക്കെ ഇപ്പൊ അറിയാം, ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചു കാണുമല്ലോ. അപ്പൊ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റോറേജ്, ഫോർമാറ്റ്,
ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ ഫോർമാറ്റ് ഓർത്താൽ മതി, ഡേറ്റയുടെ ഒരു ഫോർമാറ്റ്. അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡേറ്റയാണ് ടെക്നിക്കൽ മെറ്റാഡേറ്റ വരുന്നത്. ഇനി ബിസിനസ് മെറ്റാഡേറ്റ കംപ്രസസ് ഇൻഫോർമേഷൻ ദാറ്റ് ഓഫേഴ്സ് ആൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റ വെയർ ഹൗസ്. അതായത് ഓർഗാനിക് ഒരു ഓർഗനൈസേഷനിലെ ഡേറ്റ ആയിരിക്കും എപ്പോഴും അത് ബിസിനസ് ഡേറ്റ എന്ന് പറയുന്നത്, ബിസിനസ് മെറ്റാഡേറ്റ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ഡേറ്റ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓണർഷിപ്പ് ആയിരിക്കാം, ബിസിനസ് റൂൾസുകളായിരിക്കും അവിടെ വരുന്നത്. അങ്ങനെ ഡേറ്റ വരുന്നതാണ് ബിസിനസ് മെറ്റാഡേറ്റ. അപ്പൊ രണ്ടും പോയിട്ട് നോട്ട് ചെയ്തോണം. നോട്ടിൽ എക്സ്ട്രാ കൂടുതൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡേറ്റയാണ് ടെക്നിക്കൽ മെറ്റാഡേറ്റ. ദാറ്റ് ഈസ് ഫോർമാറ്റ്, സ്റ്റോറേജ് ഒക്കെ വരും. ബിസിനസ് മെറ്റാഡേറ്റ ഈസ് ആൻ ഓർഗനൈസേഷനിലെ ഡേറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് ബിസിനസ് റൂൾസ്, അതുപോലെ ഓണർഷിപ്പ് ഒക്കെ ആയിരിക്കും. പിന്നെ മെറ്റാഡേറ്റ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഫോർ ബിസിനസ് ആൻഡ് ടെക്നിക്കൽ ടീംസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഡേറ്റ പ്രസന്റ് ഇൻ എ വെയർഹൗസ് ആൻഡ് കൺവേർട്ട് ദം ഇൻടു ഇൻഫോർമേഷൻ. പിന്നെ അവിടെ പറയുന്ന അടുത്തത് ഡേറ്റ വെയർഹൗസ് ആക്സസ് ടൂൾസ്. നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്തതിന് ഏതൊക്കെ ടൂളുകൾ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏറ്റവും അറിയാം, നമ്മൾ ഒരു കാര്യം ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു കാര്യം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കൊറിയ യൂസ് ചെയ്യുന്നത് അല്ലെ. കൊറിയ മീൻസ് ക്വസ്റ്റ്യൻ. അപ്പൊ കൊറിയ ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസുകൾ യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് യൂസ് ചെയ്യാം, ഡേറ്റ മൈനിങ് ടൂൾസുകൾ യൂസ് ചെയ്യാം, പിന്നെ ഒലാപ്പ് ടൂളുകൾ യൂസ് ചെയ്യാം. എങ്ങനെയൊക്കെ അപ്പൊ ഡേറ്റ വെയർഹൗസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ ടൂളുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് അതിന്റെ കൊറി റിപ്പോർട്ടിംഗ് അനലൈസിസ് ടൂൾസ്. അതായത് കൊറി മീൻസ് നമ്മൾ സ്പ്രെഡ്ഷീറ്റോ കാൽക്കുലേഷൻസോ ഒക്കെ യൂസ് ചെയ്യാറില്ലേ? This produce cooperative reports for analysis that can be in the form of spreadsheet, calculations or interactive visuals. അത് കണ്ടുകൊണ്ട് നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ നിന്നും കുറെ നിങ്ങൾ അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കൺസോൾഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്ത് ഒരു കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഇന്നതിനെ കോപ്പി ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫിൽട്ടർ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ ആവശ്യമുള്ള ഡേറ്റ മാത്രം, ഇപ്പൊ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഗ്രേറ്റർ ദാൻ 50,000 കൂടുതലുള്ള സാലറി ഉള്ള എംപ്ലോയീസിന്റെ ലിസ്റ്റ് മാത്രം ആ ഒരു ലിസ്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ കുറി കൊടുക്കുക. സാലറിയുടെ ഫീൽഡ് കൊടുത്തിട്ട് ഗ്രേറ്റർ ദാൻ 50,000 എന്ന് കൊടുക്കുമ്പോൾ അവരുടെ നെയിമും ഡെസിഗ്നേഷനും എക്സ്പീരിയൻസും ഒക്കെ ആണെങ്കിൽ ആ ഒരു ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ കുറി യൂസ് ചെയ്യുന്ന ടൂളുകൾ എടുക്കുക. അല്ലെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ടൈലേർഡ് റിപ്പോർട്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇന്റർപ്രിട്ടേഷൻസ് ഇന്റർനെറ്റ് ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. അതായത് അനുയോജ്യമായ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിനും ആപ്ലിക്കേഷൻ ടൂൾസ് ഡെവലപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഡേറ്റ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ അവസാനം ഒരു റിപ്പോർട്ടിലോട്ട് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസുകളൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒറാക്കിളിന്റെ ഡേറ്റ മൈനിങ് അത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസാ. അതുപോലെ നമ്മൾ ഇപ്പോഴാണെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ഈ റാപ്പിഡ് മൈനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾ ഉണ്ട്. അതായത് ഇത് റാപ്പിഡ് മൈനർ എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ടൂളാ. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒറാക്കിളിന്റെ ഡേറ്റ മൈനിങ് ടൂളുകളുണ്ട്, അതൊരു പ്രൊപ്രൈറ്ററി, പക്ഷെ അതൊരു പ്രൊപ്രൈറ്ററി ഡേറ്റാബേസ് ടൂൾ ആയിരിക്കും. പ്രൊപ്രൈറ്ററി എന്നാൽ നമുക്കറിയാം അല്ലെ, ലൈസൻസ്ഡ് ആയിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ റാപ്പിഡ് മൈനർ ആണ് ഓപ്പൺ സോഴ്സ്. അപ്പൊ നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നെറ്റ് മാത്രം മതി, ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ വെയർഹൗസിൽ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റ മൈനിങ് ടൂൾസ് ഫോർ ഡേറ്റ വെയർഹൗസിംഗ്. ഡേറ്റ മൈനിങ് ടൂൾസ് ആയിരുന്നു പറഞ്ഞത്. ഡേറ്റ മൈനിങ് ടൂൾസ് ആണ് ഒറാക്കിളും അതുപോലെ റാപ്പിഡ് മൈനർ. പിന്നെ ഒലാപ്പ് ടൂളുകൾ യൂസ് ചെയ്യുക. ഒലാപ്പ് ടൂൾ എന്ന് പറയുമ്പോൾ ഇസ് എ കൺസിഡർ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ വെയർഹൗസ് ആൻഡ് അലോ ദി അനലൈസിസ് ഓഫ് ടു എന്റർപ്രൈസ് ഡേറ്റ ഫ്രം എ ന്യൂമറസ് ഗ്രൂപ്പ്സ്. ഒലാപ്പ് ടൂളുകൾ നമ്മൾ ഇന്നലെ ഒലാപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ ഒലാപ്പ് ടൂളുകളും അതായത് അതും ഇങ്ങനെയുള്ള ടൂളിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ. അങ്ങനെ ടൂളുകൾ യൂസ് ചെയ്ത് നമുക്ക് ഡേറ്റ വെയർഹൗസിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റ വെയർഹൗസ് ബസ് ഉണ്ട്. ഡേറ്റ വെയർഹൗസ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ബസ് എന്താ, നമ്മൾ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെ. നമുക്ക് എവിടെയെങ്കിലും പോകാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി നമ്മൾ ബസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ നമുക്കിപ്പോ പ്രൊസസറിനകത്താണെങ്കിലും നമ്മളിപ്പോ ഒരു IT ഒക്കെ പഠിച്ചിട്ടില്ലേ, അതിനകത്ത് ബസ് ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ. ഒരു ഇലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഇതാണ് ബസ്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ IT-യുടെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള പോർഷനിൽ പഠിക്കും. എന്ന് പറഞ്ഞാൽ ഡേറ്റ വെയർഹൗസിലും ബസ്സുകളുണ്ട് എന്ന് പറഞ്ഞാല് it determines the data flow within a data warehouse bus architecture and includes in a data mart. അതായത് ഒരു ഡേറ്റ വെയർഹൗസിൽ നിന്ന് ഡേറ്റയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ വെയർഹൗസ് ബസ്. ഇറ്റ് എനേബിൾസ് ഷെയറിംഗ് ഓഫ് ഡേറ്റ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അല്ലെ. സോഴ്സ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഡേറ്റ വെയർഹൗസ് ബസ്സുകൾ യൂസ് ചെയ്യാം. അതിനിപ്പോ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് ആണ് ഹാഡൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാഡൂപ്പ് എക്സാമ്പിൾ ഉണ്ട്, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. അതായത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് ആണ് ഹാഡൂപ്പ്. അതൊക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ
ഉള്ളത് ഡേറ്റ വെയർഹൗസ് റിപ്പോർട്ടിംഗ് ലെയർ. Reporting layer in the data warehouse allow to the end users to access the BI interface or BI database architecture. Reporting tools use ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ഇന്റലിജൻസ് ആർക്കിടെക്ചർ അതുപോലുള്ള ഇന്റർഫേസസുകളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് അതിനുള്ള മെയിൻ കമ്പോണൻസ് പറയുന്നത്. അപ്പൊ മെയിൻ കമ്പോണൻസ് അത് ETL ഉണ്ട്, ഡാറ്റാ വെയർഹൗസ് ആക്സസ് ടൂൾസ് ഉണ്ട്, ഡാറ്റാ വെയർഹൗസ് ബസ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ലെയർ ഉണ്ട്, പിന്നെ ഫസ്റ്റ് വൺ പറഞ്ഞത്, പിന്നെ മെറ്റാഡേറ്റ ഉണ്ട്, അതുകൂടാതെ ഡാറ്റാ വെയർഹൗസ് ഡേറ്റാബേസും ഉണ്ട്. ഏത് ഡേറ്റാബേസ് സെലക്ട് ചെയ്യുന്നു, അതിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിൽ മെറ്റാഡേറ്റ എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് ഏതൊക്കെ മെറ്റാഡേറ്റ ഉണ്ട്, അതുപോലെ ഏതൊക്കെ ടൂൾസുകൾ യൂസ് ചെയ്യുന്നു, ബസ് മുഖേന ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു, അതുപോലെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ലെയർ വരെയുണ്ട് ഏത് ഡാറ്റാ വെയർഹൗസിൽ. നെക്സ്റ്റ് വൺ പറയുന്നത് ലെയേഴ്സ് ഓഫ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ലെയർ ഉണ്ടെന്നെ കുറിച്ച് പിന്നെയും പറയുക. There are 4 types of layers, mainly data source layer, data staging layer, data storage layer, data presentation layer. ഇപ്പൊ നമ്മളാണ് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒക്കെ തിയറി പോർഷൻസ് പഠിക്കുമ്പോൾ OSI ലെയറും TCP/IP ലെയറും ഒക്കെ പഠിച്ചിട്ടില്ലേ? പിന്നെ ഇവ നമ്മുടെ ഇന്റർ കണക്ഷൻസ് ഒക്കെ, അതായത് OSI ലെയർ എന്ന് പറയുമ്പോൾ 7 ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ലെയറും എന്തിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നു. അപ്പൊ യൂസർ ഏറ്റവും കാണുന്ന ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ യൂസർ ഇന്റർഫേസ് കാണുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഡേറ്റാബേസ് എടുത്താൽ അവിടെ പല ലെയർ ഉണ്ട്. ഓരോ ലെയറിനും ഓരോ ഫങ്ഷൻസ് ഉള്ളത്. അപ്പൊ ഓരോ ഫങ്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ ഡേറ്റാ സോഴ്സ് ലെയർ. ഡേറ്റാ സോഴ്സ് ലെയർ എന്ന് പറഞ്ഞാൽ is the place where unique information gathered from an assortment of inner and outside sources resides in the social database. The social databaseകളിൽ കിടക്കുന്ന അതായത് സോഷ്യൽ ഡാറ്റാബേസിൽ നിന്ന് പലയിടത്തു നിന്ന് വരുന്ന സോഴ്സ് ഓഫ് ഡാറ്റ കാണും. അവയെ പ്ലേസ് ചെയ്യുന്ന ഒരു യുണീക്ക് ഇൻഫോർമേഷൻസ് ആയിരിക്കും ഇവിടെ കാണുന്ന ഡേറ്റാ സോഴ്സ് ലെയറിൽ കാണുന്നത്. ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഡേറ്റാ സോഴ്സ് ലെയർ: ഓപ്പറേഷണൽ ഡാറ്റ, സോഷ്യൽ മീഡിയ ഡാറ്റ, ഔട്ട്സൈഡർ ഡാറ്റ. അതായിരിക്കും ഡേറ്റാ സോഴ്സ് ലെയർ കാണുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഡാറ്റയും അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡാറ്റ എന്താ? നമുക്ക് ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഇൻഫോർമേഷൻ, സ്റ്റോക്ക് ഇൻഫോർമേഷൻ, മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ഈ സോഴ്സ് ഡാറ്റാ സോഴ്സ് ലെയറിൽ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കാണാൻ വേണ്ടി തന്നെ ഒരു പ്ലേസ് കാണും, ഒരു യുണീക്ക് ഇൻഫോർമേഷൻസ്. ഇപ്പം അതാണ് പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻസ്, HR ഇൻഫോർമേഷൻസ് ഒക്കെ കാണും. പിന്നെ സോഷ്യൽ മീഡിയ ഡാറ്റ കാണും, അതായത് നമ്മൾ വെബ്സൈറ്റ് ഹിറ്റ്, കണ്ടന്റ് ഫ്രെയിം, കോണ്ടാക്ട് പേജ്, കംപ്ലീഷൻ, അങ്ങനെയുള്ളതിനെയൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സോഴ്സ് ലെയർ കാണും. അതാണ് സോഷ്യൽ മീഡിയ ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്സൈഡർ ഡാറ്റ ഉണ്ട്, അതായത് ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു സോഴ്സ് ലെയർ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഔട്ട്സൈഡ്, അതായത് ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഏജ്, സെക്സ്, എഡ്യൂക്കേഷണൽ, ഇൻകം, അങ്ങനെയുള്ള ഫീൽഡുകൾ വരത്തില്ല. അങ്ങനെയുള്ള ഫീൽഡുകളിലുള്ള ഇൻഫോർമേഷൻസിനാണ് ഈ ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസും അതുപോലെ സ്റ്റഡി ഇൻഫോർമേഷൻസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് കാണും ഡാറ്റാബേസിൽ. ആ ലെയർ ആണ് ഡാറ്റാ സോഴ്സ് ലെയർ. അങ്ങനെ 3 തരത്തിലുള്ള ലെയർ ഉണ്ട്: ഓപ്പറേഷണൽ, സോഷ്യൽ മീഡിയ ഡാറ്റ, ഔട്ട്സൈഡർ ഡാറ്റ. പിന്നെ സെക്കൻഡ് ലെയർ പറയുന്നത് ഡാറ്റാ സ്റ്റേജിംഗ് ലെയർ. This layer dwells between information sources and data warehouse. ഡാറ്റാ വെയർഹൗസിന്റെയും ഇൻഫോർമേഷൻ സോഴ്സസിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ലെയർ ആണ് ഏത്? ഡാറ്റാ സ്റ്റേജിംഗ് ലെയർ. അതായത് ഇൻഫോർമേഷൻ is separated from various inside and outside data sources. Since source data comes in various organization, extraction layer will use numerous technologies and devices to extract necessary information. എന്ന് പറഞ്ഞു. ഇപ്പൊ വെയർഹൗസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് ഈ ഒരു ലെയറിനെ പറയാൻ പറ്റും. ഡാറ്റാ വെയർഹൗസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഡാറ്റാ സ്റ്റേജിംഗ് ലെയർ. അതായത് നമ്മുടെ പ്രോസസ്ഡ് ഡേറ്റയും പ്രിപ്പയർഡ് ഡേറ്റയും പ്ലേസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പ്രോസസ് ചെയ്യുന്ന ഡേറ്റ ഈ ഒരു സ്റ്റേജ് ലെയറിൽ കാണും, അതുപോലെ പ്രിപ്പയർ ചെയ്യേണ്ട ഈ ഡേറ്റ ഈ ഒരു ലെയറിൽ കാണും. ദാറ്റ് ഈസ് എ ബഫർ സോൺ ആയിട്ട് നമുക്ക് ഡാറ്റാ സ്റ്റേജിംഗ് ലെയറിനെ പറയാൻ പറ്റും. ബഫർ സോൺ ആയിട്ട്. ഈ ലെയറിന് മെയിൻ ആയിട്ട് 2 പാർട്ട് ഉണ്ട്: ലാൻഡിംഗ് ഡാറ്റാബേസ് ആൻഡ് സ്റ്റേജിംഗ് ഏരിയയും ഡാറ്റ ഇന്റഗ്രേഷൻ ടൂളും. അപ്പം ലാൻഡിംഗ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് ഇൻഫോർമേഷൻ റെക്കോർഡഡ് ഫ്രം ഡാറ്റാ സോഴ്സ് ബിഫോർ ഡാറ്റ ഗോസ് ടു ദി വെയർഹൗസ്. സ്റ്റേജിംഗ് പ്രോസസ് ഡസ് സ്ട്രിഞ്ചൻ ക്വാളിറ്റി ചെക്ക് ഓൺ, അതായത് നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ലാൻഡിംഗ് ഡാറ്റാബേസ് എന്നല്ല പറയുന്നത്, നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ അത്
അവിടെ ഇതിനെ കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു പ്ലേസ്. അതായത് അറേഞ്ചിങ് ഈസ് എ ബേസിക് സ്റ്റെപ്പ് ഇൻ ദിസ് ആർക്കിടെക്ചർ. അതായത് ചെക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അതായത് ഈ ഒരു ഡാറ്റ സ്റ്റേജിംഗ് ലെയറിലെ ലാൻഡിംഗ് ഡാറ്റാബേസ് സ്റ്റേജിംഗ് ഏരിയ. പിന്നെ ഡാറ്റ ഇന്റഗ്രേഷൻ ടൂൾ എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡ് ടൂൾസ് ആർ ഡാറ്റ ടൂൾസ് യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഇൻഫോർമേഷൻ ഫ്രം സോഴ്സ് ഫ്രെയിംവർക്സ്, ചേഞ്ച് ആൻഡ് പ്രിപ്പറേഷൻ ഫോർമാറ്റ് ഒക്കെ കാണുന്ന ഏതായിരിക്കും? ഈ ഒരു ലെയറിലായിരിക്കും. ETL എന്ന് പറയുന്ന ഒരു ലെയറിലായിരിക്കും കാണുന്നത്. തേർഡ് ലെയർ എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോറേജ് ലെയർ. This layer is the place where data was washed down into the arranging zone is put away as a solitary central archive. അതായത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്തു കൊണ്ടുവന്ന് എക്സ്ട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ചെയ്തോ പ്രോസസ് ചെയ്തോ ഡാറ്റയെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം. ലാസ്റ്റ് വൺ പറഞ്ഞ ഡാറ്റ പ്രസന്റേഷൻ ലെയർ. ദിസ് ലെയർ യൂസേഴ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് സ്ക്രബ്ഡ് ഓർ സോർട്ടഡ് ഡാറ്റ. നമ്മൾ കാണുന്ന ഭാഗമാണ് ഏകദേശം ഈ ഡാറ്റ പ്രസന്റേഷൻ ലെയർ എന്ന് പറയുന്നത്. അതായത് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഡാറ്റയെല്ലാം സോർട്ട് ചെയ്തതിനു ശേഷം യൂസർ കാണുന്ന ഒരു ഭാഗമാണ് ഡാറ്റ സ്റ്റോറേജ് പ്രസന്റേഷൻ ലെയർ. അങ്ങനെ 4 ലെയർ ഉണ്ട്. ഡാറ്റ സോഴ്സ് ലെയർ, ഡാറ്റ സ്റ്റേജിംഗ് ലെയർ, ഡാറ്റ സ്റ്റോറേജ് ലെയർ ആൻഡ് ലാസ്റ്റ് വൺ ഡാറ്റ പ്രസന്റേഷൻ ലെയർ. പിന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ വായിച്ചാൽ മതി. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വൺ ഡാറ്റ മാർട്ട്. ഡാറ്റ മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഡാറ്റ മാർട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസിന് ഒരു സബ്സെറ്റാ അല്ലെ, ഒരു ഭാഗമാണ് ഡാറ്റ മാർട്ട്. അപ്പം എക്സാമ്പിൾസ് ഓഫ് many companies may have data mart that aligns with a specific department in the business such as finance, sales and marketing. ഇപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ഡാറ്റാബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡാറ്റ വെയർഹൗസ് ഉണ്ട്. ആ ഡാറ്റ വെയർഹൗസിൽ പല പല സബ്സെറ്റുകൾ കാണും. അവിടെ ഒന്നര ആ കമ്പനിയെ സംബന്ധിച്ചുള്ള ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സബ്സെറ്റ് ആയിരിക്കും, അതൊരു ഡാറ്റ മാർട്ടിലായിരിക്കും. അതുപോലെ ഫിനാൻസ് അല്ലെ, അവിടെ നിന്ന് വരുന്ന അവരുടെ റവന്യൂ എല്ലാം കണ്ടുവെക്കുന്നത് ഒരു ഡാറ്റാബേസിലായിരിക്കും. അതുപോലെ ആ ഒരു കമ്പനിയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ കാണുന്നത് വേറൊരു ഡാറ്റ മാർട്ടിലായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയല്ലേ ഒരു ഡാറ്റ വെയർഹൗസ് വരുന്നത്. അപ്പൊ ഡാറ്റ മാർട്ട് എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഒരു സ്പെസിഫിക് ബിസിനസ് യൂണിറ്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഡാറ്റ വെയർഹൗസ് ആണ് ഡാറ്റ മാർട്ട്. ഓക്കെ അല്ലേ? ഡാറ്റ മാർട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ്. പിന്നെ ഡാറ്റ മാർട്ടും ഡാറ്റ വെയർഹൗസും തമ്മിലുള്ള ഡിഫറൻസ് ഒത്തിരി അങ്ങ് അവിടെ ഡീപ്പായിട്ട് പറയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടും പഠിച്ചു വെച്ചു. അപ്പൊ ഇത് നമുക്ക് ഡാറ്റ വെയർഹൗസ് നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്നത്. അപ്പൊ ഡാറ്റ വെയർഹൗസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ആയിട്ട് എഴുതാൻ ഇപ്പൊ ഐഡിയ ഉണ്ട്. പിന്നെ ഡാറ്റ മാർട്ടും ഇപ്പൊ എഴുതത്തില്ലേ? ഡാറ്റ മാർട്ട് ആൻഡ് ഡാറ്റ വെയർഹൗസ് ബോത്ത് ഹൈലി സ്ട്രക്ചർഡ് റെപ്പോസിറ്ററീസ് വേർ ഡാറ്റ ഇസ് സ്റ്റോർഡ് ആൻഡ് മാനേജ്ഡ് അണ്ടിൽ ഇറ്റ് ഈസ്. രണ്ടും മെയിൻ ആയിട്ട് വേണ്ട റെപ്പോസിറ്ററിയാണ്, മെയിൻ കമ്പോണന്റ് ആണ് എന്നാ പറയുന്നത്. എന്നിട്ട് അതിനെ കുറിച്ചുള്ള ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞ ഡാറ്റ മാർട്ട് ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റ വെയർഹൗസ് ദി ടോപ്പ് ഡൗൺ അപ്രോച്ച് ഫ്രം ദി അതർ സോഴ്സ്. അതായത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഡാറ്റ വെയർഹൗസിൽ നിന്നുകൊണ്ടാണ് ഡാറ്റ മാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഡാറ്റ മാർട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ് എന്നല്ലേ, ഡാറ്റ വെയർഹൗസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഡാറ്റ മാർട്ട്. ഇറ്റ്സ് എ റിലേഷണൽ ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർസ് ട്രാൻസാക്ഷണൽ ഡാറ്റ. അവിടെ അതിനെ കുറിച്ചൊക്കെ അതായത് എന്തായിരിക്കും, ഡാറ്റ വെയർഹൗസ് എപ്പോഴും റിലേഷണൽ RDBMS ആയിരിക്കും, റോയും കോളവും ആയിട്ടായിരിക്കും ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുള്ളൂ. പിന്നെ ഡാറ്റ മാർട്ട് ഈസ് അവിടെ ഇപ്പൊ ഡിഫറൻസിനകത്ത് ഒരു 3-4 പോയിന്റ്സ് പറയുന്നത്. ഡാറ്റ മാർട്ട് ഫോർ സ്പെസിഫിക് കമ്പനി ഡിപ്പാർട്ട്മെന്റ് നോർമലി സബ്സെറ്റ് ഓഫ് എന്റർപ്രൈസ് വൈഡ് റേഞ്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഡാറ്റ മാർട്ട് ഇംപ്രൂവ് കൊറി സ്പീഡ് വിത്ത് സ്മോളർ more specialized set of data. Databases help the enterprise wide range of decisions എടുക്കാം എന്നുള്ള പോയിന്റ്സുകൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഈ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു വെച്ചോണം. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ മാർട്ട്. എന്തുകൊണ്ടാണ് ഈ ഡാറ്റ മാർട്ടിന് എന്തൊക്കെയായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്? ഒന്നാമത്തെ ഫസ്റ്റ് വൺ പറയുന്നത് കോസ്റ്റ് എഫിഷ്യൻസി. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം. അതായത് ഡാറ്റ മാർട്ട് ടിപ്പിക്കലി ഓൺലി ഇൻകോസ് എ ഫ്രാക്ഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് എ ഡാറ്റ വെയർഹൗസ്. അതായത് എന്താ പറയുന്നത്, ഒരു ഡാറ്റ മാർട്ടിന് ഒരു ഡാറ്റ വെയർഹൗസിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഡാറ്റ വെയർഹൗസ് ആയിരിക്കും മെയിൻ ആയിട്ട് നിൽക്കുന്ന കാര്യം. അതിനകത്ത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഡാറ്റ മാർട്ട് വരുന്നത്. അപ്പൊ അതിന്റെ കോസ്റ്റ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. കോസ്റ്റ് എഫിഷ്യൻസി ആയിരിക്കത്തില്ലേ? അതായത് നമുക്ക് വലിയ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സപ്ലൈഡ് ഡാറ്റ ആക്സസ്. Data mart can hold a small subset of data, so users can quickly retrieve the data they need with less work than they
could working with a broader data set from a data warehouse. അതായത് നമുക്ക് ഡേറ്റാ മാർട്ട് എപ്പോഴും ഡേറ്റാ വെയർഹൗസിന്റെ പാർട്ട് ആയതുകൊണ്ട് അവിടെ സ്മോൾ സബ്സെറ്റ് ഓഫ് ഡേറ്റയുടെ ഒരു സബ്സെറ്റാ കാണുന്നത് അല്ലേ, അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അതിന് നമുക്ക് ഡേറ്റ ആക്സസ് നല്ല രീതിയിലുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ ക്വിക്കർ ആക്സസ് ടു ഇൻസൈറ്റ്, intuition gained from a data warehouse supports strategic decision making at the enterprise level, which impacts the entire business. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഡേറ്റ വെയർഹൗസിന് നമുക്ക് ലഭിച്ച ഒരു സപ്പോർട്ട് കൊണ്ട് എന്റർപ്രൈസ് ലെവലിലെ ഡിസിഷൻ എടുക്കാൻ പറ്റുക. ആക്സസ് ടു ഇൻസൈറ്റിൽ നമുക്കൊരു ഡേറ്റ വെയർഹൗസ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്റർപ്രൈസ് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും ഡേറ്റ മാർട്ടിൽ. പിന്നെ സിംപ്ലർ ഡേറ്റ മെയിൻറ്റെയിൻസ്, ഡേറ്റയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഡേറ്റ വെയർഹൗസ് ഹോൾഡ്സ് എ വെൽത്ത് ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ, ലെസ് കട്ടർ ആൻഡ് ഈസിയർ മെയിൻറ്റെയിൻസ് ഈസി ആയിരിക്കും. പിന്നെ ഈസിയർ ആൻഡ് ഫാസ്റ്റർ ഇംപ്ലിമെന്റേഷൻ, നമുക്ക് ഈസി ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഡേറ്റ വെയർഹൗസ് ഇൻവോൾവ് സിഗ്നിഫിക്കന്റ് ഇംപ്ലിമെന്റേഷൻ ടൈം, എസ്പെഷ്യലി ഇൻ ലാർജ് എന്റർപ്രൈസിലൊക്കെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് അല്ലെ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു 3-4 ബെനിഫിറ്റ്സ് കൂടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ടൈപ്സ് ഓഫ് ഡേറ്റ മാർട്ട്, ഏതൊക്കെ ഡേറ്റ മാർട്ട് ടൈപ്പ് ഉണ്ടെന്നുള്ളത്. അത് 3 തരത്തിലാണ് പറയുന്നത്. ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട്, ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ട് ആൻഡ് ഹൈബ്രിഡ് ഡേറ്റ മാർട്ട്. അപ്പൊ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഓർത്താണ് നമ്മൾ എപ്പോഴും പണ്ട് ഹൈബ്രിഡ് പഠിച്ചിട്ടില്ലേ, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. പിന്നെന്താ, കമ്പ്യൂട്ടേഴ്സിന് പല ടൈപ്പ് ഒക്കെ പഠിക്കാറില്ലേ. അതിനകത്ത് ഹൈബ്രിഡ് പറയുമ്പോൾ നമുക്കറിയാം രണ്ടെണ്ണത്തിനെ ജോയിൻ ചെയ്യുമ്പോഴാണ്, കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈബ്രിഡ് വരുന്നത് എന്ന് പറയുന്നതേ ഉള്ളൂ. ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ടിനെയും ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ടിനെയും കമ്പൈൻ ചെയ്തൊരു ഡേറ്റ മാർട്ട് വരുവാണെങ്കിൽ ഹൈബ്രിഡ് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്താണെന്ന് ആദ്യമേ നോക്കാം. ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് ആർ പാർട്ടീഷൻ സെഗ്മെന്റ്സ് വിതിൻ ആൻ എന്റർപ്രൈസ് ഡേറ്റ വെയർഹൗസ്. അതായത് ഇറ്റ് ഈസ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ മാർട്ടാണ് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട്. ഒരു എന്റർപ്രൈസിനുള്ളിൽ ഇപ്പൊ പാർട്ടീഷൻ ചെയ്ത ഡേറ്റ കാണുമല്ലോ, ആ ഡേറ്റയുടെ കലവറയാണ് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത്. ഒരു എന്റർപ്രൈസ്, അതായത് നമ്മൾ ഒരു സംരംഭം, ഒരു ബിസിനസ്സിൽ പാർട്ടീഷൻ ചെയ്ത ഡേറ്റ കാണും. ആ ഡേറ്റയെ ഒരു സ്റ്റോറേജ് ആണ് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട്. ഇനി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ് ആയിരിക്കും. സ്റ്റാൻഡ് അലോൺ മീൻസ് എന്തായിരിക്കും, ഒറ്റപ്പെട്ട് നിൽക്കുന്നതല്ലേ നമ്മൾ സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഡേറ്റ മാർട്ടുകൾ കാണും. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ട്. ആക്ട് ആസ് എ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് റിലേ ഓൺ എ ഡേറ്റ വെയർഹൗസ്. അനലിസ്റ്റ് ക്യാൻ എക്സ്ട്രാക്ട് ഡേറ്റ ഓൺ എ പർട്ടിക്കുലർ സബ്ജക്ട്. അനലിസ്റ്റിന് ഇവിടെ ഡേറ്റയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്നത് ഇൻഡിപെൻഡന്റും. അതല്ല, ഒരു എന്റർപ്രൈസിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വെച്ച ഡേറ്റ ഉണ്ടെങ്കിൽ അതിന് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്നും പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻസ് കാണും, അതിനെയാണ് ഹൈബ്രിഡ് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ മാർട്ടിനെ കുറിച്ച് എഴുതാനുള്ള പോയിന്റ്സുകളൊക്കെ കിട്ടിയല്ലോ. ഇനി അതിനെങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് എ ഡേറ്റ മാർട്ട്. ഇപ്പൊ ഡേറ്റ മാർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഡേറ്റ മാർട്ട് ഈസ് എ സബ്ജക്ട് ഓറിയന്റഡ് relational database that stores transaction data in rows and columns. എന്നാണ് നമ്മൾ അതല്ലേ പറഞ്ഞത്, സബ്ജക്ട് ഓറിയന്റൽ ഒരു RDBMS ആണ് ഇത് ഈ ഒരു ഡേറ്റ മാർട്ട്. സബ്ജക്ട് ഓറിയന്റഡ് RDBMS ആണ് ഈ ഒരു ഡേറ്റ മാർട്ട്. അപ്പൊ അവിടെ നമുക്ക് റോയും കോളവും ആയിട്ടായിരിക്കും ഡേറ്റ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിച്ച് മേക്സ് ഇറ്റ് ഈസി ടു ആക്സസ്, ഓർഗനൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അങ്ങനെയാണ് അവിടെ 3 തരത്തിലുള്ള സ്കീമ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്ട്രക്ചർ പറയുന്ന 3 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട്. സ്റ്റാർ, സ്നോഫ്ലേക്ക് ആൻഡ് വോൾട്ട്. അങ്ങനെ പറയുന്ന 3 ടൈപ്സ് ഓഫ് സ്കീമയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാർ. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാർ എന്തായിരിക്കും. സ്റ്റാർ സ്കീമ ഇസ് എ ലോജിക്കൽ ഫോർമേഷൻ ഓഫ് ടേബിൾസ് ഇൻ എ മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ് ദാറ്റ് റിസംബിൾസ് എ സ്റ്റാർ ഷേപ്പ്. ഒരു സ്റ്റാർ ഷേപ്പില് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസുകളായിട്ട്, അതായത് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസിലെ ടേബിൾസിനെ ഒരു ലോജിക്കൽ ഫോർമേഷനിലാണ് സ്റ്റാർ സ്കീമ പറയുന്നത്. ലോജിക്കൽ ഫോർമേഷൻ ഓഫ് ടേബിൾസ് ഇൻ എ മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ്. മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ പല ഡയമെൻഷനുള്ള ഡാറ്റാബേസുകൾ. നമ്മളിപ്പം റോയും കോളവും പറയുമ്പം 2 ഡയമെൻഷനല്ലേ വരുന്നുള്ളൂ. മെട്രിക്സ് ഫോമിലാണ് പറയുന്നത് എപ്പോഴും ഡേറ്റ അല്ലെ. മെട്രിക്സ് 2 ഡയമെൻഷനെ പറയുന്നത്. പക്ഷെ മൾട്ടി ഡയമെൻഷൻ ഇല്ലേ, സി പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ഒക്കെ പഠിക്കാറില്ലേ. മെട്രിക്സ് പഠിക്കും, 1 ഡയമെൻഷൻ പഠിക്കും, 2 ഡയമെൻഷൻ പഠിക്കും, ദെൻ മൾട്ടി ഡയമെൻഷനിൽ പഠിക്കാറില്ലേ, ഡേറ്റ സ്ട്രക്ചർ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനെ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റാബേസ്, അതായത് പല ഡയമെൻഷണൽ ഡേറ്റാബേസുകൾ കാണും. അവയെ
ആ ഡേറ്റാബേസിലെ ടേബിളുകളെ ഒരു ലോജിക്കൽ ഫോർമാറ്റിൽ അല്ലെ ലോജിക്കൽ ഫോർമേഷൻ നടത്തുന്നതിനാണ് നമുക്ക് ഒരു സ്റ്റാർ ഷേപ്പ് എന്ന് പറയുന്നത്. There are no dependency between dimension tables or star schema requires fewer joins when writing queries. അതായത് ഇവിടെ ഒരു സ്റ്റാർ സ്കീമ ക്കകത്ത് ഡയമെൻഷൻ ടേബിളിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു ഡിപ്പെൻഡൻസി ഇല്ലെന്ന് പറയുന്നുണ്ട്. അതായത് ഡയമെൻഷൻ ടേബിളും ഫാക്ട് ടേബിളും നമ്മൾ അടുത്ത ഹെഡിങ് പഠിക്കും, അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ അതിനെക്കുറിച്ച് പറയാവേ എന്താണ് ഫാക്ട് ടേബിൾ, ഡയമെൻഷൻ ടേബിൾ എന്നുള്ളത്. പിന്നെ സെക്കൻഡ് സ്ട്രക്ചർ ആണ് സ്നോഫ്ലേക്ക്. ഇതും നമ്മുടെ അടുത്തതിനകത്ത് ഇതൊക്കെ സ്കീമയായിട്ട് പറയുന്നുണ്ട്. സ്റ്റാർ സ്കീമയുടെ ലോജിക്കൽ എക്സ്റ്റൻഷൻ ആണ് ഏത് സ്നോഫ്ലേക്ക്. മറ്റേതിന് ഫിസിക്കൽ ആയിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് ലോജിക്കൽ എക്സ്റ്റൻഷൻ ആയിട്ട് സ്നോഫ്ലേക്കിനെ പറയാം. സ്നോഫ്ലേക്ക് സ്കീമ ഇസ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റാർ സ്കീമ. ഡയമെൻഷൻ ടേബിൾസ് ആർ നോർമലൈസ്ഡ് ടു പ്രൊട്ടക്ട് ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് മിനിമൈസ് ഡാറ്റ റിഡൻഡൻസി. ഡാറ്റ റിഡൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഡയമെൻഷൻ ടേബിൾസിനെ ഒക്കെ നോർമലൈസ് ചെയ്ത് വെക്കും. അപ്പൊ എന്താണ് ഡയമെൻഷൻ ടേബിൾ എന്നുള്ളതും ഇപ്പൊ പറയുന്നില്ല, ഞാൻ അടുത്ത ചാപ്റ്ററിൽ പറയാം. അപ്പൊ ഇവിടെ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും സ്റ്റാർ സ്കീമയുടെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷൻ ആണ് സ്നോഫ്ലേക്ക് സ്കീമ. When this method requires less space to store dimension tables, a complex structure can be built mainly. And the main benefit of using Snowflake schema is low demand for disk space, but in negative impact additional tables. അതായത് ബെനിഫിറ്റ് എന്തായിരിക്കും? ഈ സ്നോഫ്ലേക്ക് സ്കീമയാണ് വരുന്നെങ്കിൽ, അതിന്റെ ഡേറ്റ മാറ്റി വരുന്നെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് അതിന് കുറച്ച് ഡിസ്ക് സ്പേസ് മതി, സ്റ്റോറേജിന് കുറച്ച് സ്പേസിങ് മതി. പക്ഷേ അതിന്റെ നെഗറ്റീവ് പോയിന്റ് പറയുന്നത് അഡീഷണൽ ടേബിൾസ് വേണം. കുറച്ച് സ്പേസ് മതിയെങ്കിലും അഡീഷണൽ ടേബിൾസ് വേണം. അതായത് എന്താണെന്ന് വെച്ചാൽ ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളിനെ കുറിച്ചും പറയുമ്പോഴാണ് അഡീഷണൽ ടേബിൾസ് പറയുന്നത്. ഞാൻ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, അതിൽ തന്നെ കവർ ചെയ്ത് പോകും, അന്നേരം പറയാം. Then Vault is a modern database modeling technique that enables IT professionals to design agile enterprises data warehouse എന്റർപ്രൈസസിലുള്ള ഡാറ്റ വെയർഹൗസസുകളെ ചടുലമായ രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി IT പ്രൊഫഷണൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അല്ലെ അവര് ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡലിംഗ് ടെക്നിക്സ് ആണ് വോൾട്ട്. IT മേഖല പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി മോഡേൺ ഡാറ്റാബേസ് മോഡലിംഗ് ടെക്നിക്സ് ആണ് ഡാറ്റ വോൾട്ട്. അങ്ങനെ 3 തരത്തിലുള്ള ഡേറ്റ മാർട്ടിന്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ഡേറ്റ മാർട്ടിന്റെ സ്ട്രക്ചർ ഏതൊക്കെയാന്ന് വെച്ചാൽ സ്റ്റാർ, സ്നോഫ്ലേക്ക്, വോൾട്ട്. അത് അടുത്തൊരു എക്സാമ്പിൾ വെച്ച് അടുത്ത ചാപ്റ്ററിൽ വരുമ്പോഴാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഡിസൈൻ ഓഫ് ഡേറ്റ മാർട്ട്, എങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഡേറ്റ മാർട്ട് ഗൈഡ് ഇമ്പോർട്ടന്റ് ബിസിനസ് ഡിസിഷൻസ് അറ്റ് ഡിപ്പാർട്ട്മെന്റ് ലെവൽ. ഫോർ എക്സാമ്പിൾ, എ മാർക്കറ്റിംഗ് ടീം മേ യൂസ് ഡേറ്റ മാർട്ട് ടു അനലൈസ് കസ്റ്റമർ ബിഹേവിയേഴ്സ്, വൈൽ സെയിൽസ് സ്റ്റാഫ് കുഡ് യൂസ് എ ഡേറ്റ മാർട്ട് ടു കമ്പൈൽ ക്വാർട്ടർലി സെയിൽ റിപ്പോർട്ട്. അല്ലെ, ഇങ്ങനെയൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അതായത് ഡിപ്പാർട്ട്മെന്റില് ഡേറ്റ മാർട്ടുകൾ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് തീരുമാനങ്ങളെ നയിക്കാൻ പറ്റും. അതായത് നമുക്കൊരു എക്സാമ്പിൾ, ഒരു മാർക്കറ്റിംഗ് ടീം ആണെങ്കിൽ ആ കൺസ്യൂമറിന്റെ ബിഹേവിയറും ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനാണെങ്കിൽ ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ മാസത്തെയും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴുള്ള ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് അതെങ്ങനെ ഡിസൈനിങ്ങിലേക്കോട്ട് പോകാന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഡിസൈനിങ് ഇൻവോൾവ്സ് ഫോളോയിങ് സ്റ്റെപ്സ്. എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഗാദറിംഗ്, അതായത് ആദ്യമേ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്രിയേറ്റ് എ റോബസ്റ്റ് ഡിസൈൻ. Some critical process involved in this phase include collecting the corporate and technical requirements, identifying data sources, choosing a suitable data subset, and designing the layout or physical structure. അതായത് നമ്മൾ ഈ ഒരു ഡേറ്റ മാർട്ട് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് അതിന് റിക്വയർമെന്റ്സ് എന്തൊക്കെ വേണം. അതായത് അതിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെ വേണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ബിൽഡ് കൺസ്ട്രക്ട്. Next step is to construct it. അതായത് it includes creating a physical database and logical structures. So നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ കുറച്ച് ഹാർഡ്വെയറുകൾ വേണം, പക്ഷെ അവിടെ സേവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലോജിക്കൽ ആയിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് വേണം. ടേബിളുകളും ഫീൽഡുകളും ഇൻഡെക്സും ഒക്കെ വേണം. പിന്നെ പോപ്പുലർ ഡാറ്റ ട്രാൻസ്ഫർ, അതായത് ഇത് ഡാറ്റ വിച്ച് മീൻസ് ട്രാൻസ്ഫറിങ് ഡാറ്റ ഇൻ ടു ഇറ്റ്. അതായത് ഡാറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റും, ഫ്രീക്വന്റ് ആയിട്ടാണോ അതോ ഡെയിലി ആണോ വീക്കിലി ആണോ, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ പറ്റുന്നത്. ഇപ്പൊ ഒരാഴ്ചത്തെ റിക്വസ്റ്റ് ഒരാഴ്ച ആ ഒരു കമ്പനിയിൽ എത്രമാത്രം സെയിൽ നടന്നു എടുക്കുന്നുണ്ടോ, അതോ ഡെയിലി സെയിലിംഗ് എടുക്കുന്നുണ്ടോ, അതോ മന്ത്ലി എടുക്കുന്നുള്ളോ, അല്ലെ, അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകും. അത് ഡാറ്റ ട്രാൻസ്ഫർ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. പിന്നെ ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാം, അതായത് ഇൻ ദിസ് സ്റ്റെപ്പ് ഡാറ്റ ലോഡഡ് ഇൻ ദ ഡാറ്റ മാർട്ട് ഈസ് യൂസ്ഡ് ഫോർ query,
ജനറേറ്റിംഗ് റിപ്പോർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് പബ്ലിഷിംഗ്. അതിനെ എങ്ങനെയാണ് query ആയിട്ടാണോ റിപ്പോർട്ടായിട്ടാണ്, നമ്മൾ ചിലപ്പോൾ ഗ്രാഫ് ആയിട്ടായിരിക്കും, നമുക്ക് ഒരാഴ്ചത്തെ ഒരു വേരിയേഷൻസ് കാണിക്കാൻ നമ്മളൊരു കോളം ചാർട്ടോ ലൈൻ ചാർട്ടോ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് എടുക്കാം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ മെത്തേഡുകളാണ് അത് ഡിസൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ മാനേജ്. ലാസ്റ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് മാനേജ് ആൻഡ് ഒബ്സർവേഷൻ. അതായത് കൺട്രോളിങ് ഓൺഗോയിങ് യൂസേഴ്സ് ആക്സസ്, അതായത് നിലവിലുള്ള യൂസേഴ്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെ. ബിസിനസ്സിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഓൺഗോയിങ് യൂസേഴ്സിനെ കൺട്രോൾ. പിന്നെ ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിഫൈൻമെന്റ് ഓഫ് ദി ടാർഗറ്റ് സിസ്റ്റം ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. ഒപ്റ്റിമൈസേഷൻ കൂട്ടുക. അഡീഷൻ ഓഫ് മാനേജ്മെന്റ് ഫോർ ന്യൂ ഡേറ്റ ഇൻ ദി റെപ്പോസിറ്ററി. പുതിയ ഡേറ്റകളെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ കോൺഫിഗർ റിക്കവറി സെറ്റിംഗ്സ്, എപ്പോഴും നമ്മൾ റിക്കവറി വേണം, അതൊക്കെയാണ് അതിനെയൊക്കെ മാനേജ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ഡിസൈനിങ് ഓഫ് ദി ഡേറ്റ മാർട്ടിൽ വരുന്നത്. ലിമിറ്റേഷൻസിനെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഡീനോർമലൈസേഷനെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. പറ്റി ഒത്തിരി അങ്ങോട്ട് ലിമിറ്റേഷൻസ് അതിനകത്ത് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന ലിമിറ്റേഷൻസേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡയമെൻഷണൽ മോഡൽ, അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നമ്മൾ കിടക്കുവാണ് ഡയമെൻഷണൽ മോഡലിംഗ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഡയമെൻഷണൽ മോഡലിംഗ്. ഡയമെൻഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ നമ്മൾ നിർമ്മിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഡേറ്റ മോഡൽ ഡിസൈനിങ് ആണ് ഡയമെൻഷണൽ മോഡൽ. നമ്മളൊരു ഡേറ്റ എടുക്കുമ്പോൾ തന്നെ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യും, ഡേറ്റ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഡേറ്റ മോഡലിംഗ് പറയുന്നത്. അതായത് dimensional modeling is a data model design adopted when building a data in a warehouse. A data model is a representation of how data is stored in a database and usually a diagram of few tables and relationship that exist between them. But data model പറയുന്ന representation of how data stored in a database. ഡേറ്റാബേസിൽ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിന്റെ റെപ്രസെന്റേഷൻ ആണ് മോഡൽ വെച്ച് കാണിക്കുന്നത്. അതായത് അവിടെ ടേബിളുകളും റിലേഷൻഷിപ്പുകളും ഒക്കെ കാണും. ഇപ്പൊ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ ആണെങ്കിൽ ടോപ്പോളജി ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇന്റർനെറ്റിൽ അതായത് ലാനിനൊക്കെ കണക്ട് ചെയ്യാൻ, ലാൻ നെറ്റ്വർക്കിംഗ് നിങ്ങൾ ഫസ്റ്റ് സെമി പഠിച്ചു കാണും അല്ലെ. ലാൻ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടോപ്പോളജി യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർ, റിങ്, മെഷ്, ഹൈബ്രിഡ്, ട്രീ എന്നൊക്കെ പറയാം. ഇപ്പൊ സ്റ്റാർ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാർ ഷേപ്പിൽ നമ്മൾ നെറ്റ്വർക്കിലെ കണക്ട് ചെയ്ത് വെക്കും. റിംഗ് ആണെങ്കിൽ റിംഗ് ഷേപ്പിൽ കണക്ട് ചെയ്ത് വെക്കും അല്ലെ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അപ്പൊ ആ നെറ്റ്വർക്കുകൾ എങ്ങനെ സ്മൂത്ത് ആയിട്ട് വർക്കണം എന്നുള്ള അവിടെ പറയുന്നത്. എന്ന് പറയുന്നത് ഇവിടെ ഡേറ്റയെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ഡയമെൻഷണൽ മോഡലിംഗ് കൊണ്ട് പറയുന്നത്. എന്നാൽ നമുക്ക് ഈ മോഡലിംഗ് ഡിസൈൻ ചെയ്യുന്നത് ഈസി ആയിട്ട് റീഡ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ പറ്റിയിരിക്കണം. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഡയമെൻഷണൽ മോഡലിംഗ് ഈസ് ടു പ്രൊവൈഡ് ആൻ ഈസി ആർക്കിടെക്ചർ ഫ്രം ദി എൻഡ് യൂസേഴ്സ് ടു റൈറ്റ് queries and also to reduce number of relationship between the tables and dimensions, hence providing efficient query handling. അതായത് ഒബ്ജക്റ്റീവ് എന്താന്ന് ചോദിച്ചാൽ, ഈ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താന്ന് ചോദിച്ചാല് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ്. ഒരുപാട് ടേബിൾ കൊണ്ട് വെച്ച് കൺഫ്യൂഷൻ ആകാതെ, അല്ലെ ഒരുപാട് ടേബിൾ തമ്മിൽ ഒത്തിരി കണക്ട് ചെയ്ത് വെക്കാതെ അതിനെ ഒന്ന് കുറച്ചുകൊണ്ട് വരിക, എന്നിട്ട് എഫിഷ്യന്റ് ആയിട്ട് ക്വറി ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു, എനിക്കിപ്പോ ഇന്ന പേജ് വ്യൂ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം റിട്ടയർ ആകുന്നവരുടെ ലിസ്റ്റ് എടുക്കണം എന്നോർക്കുക. 56ാമത്തെ പേജ് റിട്ടയർഡ് ആകുമല്ലേ. അപ്പൊ ആ റിട്ടയർഡ് ആകുന്ന ഒരു ലിസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൂടെ കൊടുക്കുമ്പോഴേ അത് പെട്ടെന്ന് ആ ക്വറി ഒന്ന് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ടേബിളുകളൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യണം, 56 വയസ്സ് ഏജിന്റെ ഫീൽഡ് മാത്രം നോക്കി പോയാൽ മതി. ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഒരു വലിയ ഡാറ്റാബേസ് എടുക്കത്തില്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കുക, എന്താ നമുക്കിപ്പോ എക്സ്പീരിയൻസ് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ മാത്രം ലിസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് കോളത്തിനെ മാത്രം ബേസ് ചെയ്ത് കുറി എടുത്താൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഈ മോഡലിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഒത്തിരി ടേബിളുകളിൽ പോയി അവിടെ നിന്ന് മാറിക്കൂട്ടി എടുക്കാതെ അതിന് കറസ്പോണ്ടിങ് ഫീൽഡുകൾ കൊടുത്തുകൊണ്ട് ആക്സസ് ചെയ്യാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പം ദി കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ റാൽഫ് കിംബാൾ, അതായത് ഈ ഡാറ്റാബേസിന്റെ ഫാദർ തന്നെയാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഫാക്ട് ആൻഡ് ഡയമെൻഷൻസ് ആസ് ഇസ് 2 ഇമ്പോർട്ടന്റ് മെഷേഴ്സ്. അതായത് ഫാക്റ്റും ഡയമെൻഷനുമാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന 2 മെഷേഴ്സ്. അത് അണ്ടർലൈൻ ചെയ്യിച്ചോണം, ഫാക്ട് ആൻഡ് ഡയമെൻഷൻ. ദി ട്രാൻസാക്ഷൻ റെക്കോർഡ് ഈസ് ഡിവൈഡഡ് ഇൻടു ഐദർ ഫാക്ട് which consists of business numerical transaction of data or dimension.
അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ്സിനെ നമ്മൾ പല ഫാക്ട് ടേബിൾ ആയിട്ട് വരും, ഡിവൈഡ് ഇൻറ്റു ഫാക്ട്. ഫാക്ട് മീൻസ് ഇവന്റ് എന്നേ ഉള്ളൂ, ഒരു ഇവന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ബിസിനസ് ന്യൂമറിക്കൽ ട്രാൻസാക്ഷൻ ഡേറ്റ ഓർ അതിനകത്ത് പല ഡയമെൻഷൻസ് കാണും. വിച്ച് ആർ ദി റെഫറൻസ് ഇൻഫോർമേഷൻസ് ദാറ്റ് ഗിവൺ ടു കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഫാക്ട്. അതായത് എക്സാമ്പിൾ വെച്ച് മുന്നോട്ട് പറയുന്നുണ്ട് കേട്ടോ, ടേബിൾ വെച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ ഒന്നുകൂടെ കിട്ടും ഫാക്റ്റും ഡയമെൻഷനും എന്താണുള്ളത്. The main objective of dimensional modeling is to provide an easy architecture for end users to write queries. അതായത് മെയിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, അല്ലെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഡ് യൂസേഴ്സിന് ഈസി ആയിട്ട് കുറി കൊടുക്കണം, ആക്സസ് ചെയ്യാൻ പറ്റണം. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇപ്പം റിട്ടയർഡ് ആകുന്നവരാണെങ്കിൽ ഏജിന്റെ മാത്രം ഫീൽഡ് നോക്കിയാൽ മതി, അല്ലെ? ഏജിന്റെ മാല എക്സ്പീരിയൻസ് ഒന്നും നോക്കിയല്ല റിട്ടയർമെന്റ് നടക്കുന്ന, ഏജിന്റെ അല്ലെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഫീൽഡിലാണ് റിട്ടയർമെന്റ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുത്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. Also, it will reduce the number of relationship between the tables and dimensions, hence providing efficient query handling. അപ്പൊ അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് query ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റ മോഡലിംഗ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഡേറ്റ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഡേറ്റ ഡയമെൻഷനകത്ത് ഡയമെൻഷൻ മോഡലിംഗ് പറയുന്നത്. അതിന്റെ കീ ഫീച്ചേഴ്സ് പറയുന്നത്, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡയമെൻഷൻ മോഡലിംഗ് ഈസ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ ഏതൊരു കൺസെപ്റ്റ് എടുത്താലും അതായത് ആർക്കും ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ പ്രൊമോട്ട് ഡേറ്റ ക്വാളിറ്റി, ഒപ്റ്റിമൈസ് പെർഫോമൻസ്, റിലേഷൻഷിപ്പിനെയൊക്കെ റിഡ്യൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാല്, ഇറ്റ് ഹെൽപ്സ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ആൻഡ് ഡിസൈൻ ഡാറ്റാബേസസ് ആൻഡ് സ്കീമാസ് ഈസിലി ഇന്റർപ്രറ്റഡ് ബൈ ബിസിനസ് യൂസേഴ്സ്. അതായത് ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഈ ഒരു മോഡലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ അത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പറ്റും. പിന്നെ സെക്കൻഡ് വൺ, പ്രൊമോട്ട് ഡേറ്റ ക്വാളിറ്റി. ഡേറ്റയുടെ ഗുണനിലവാരം എപ്പോഴും കൂട്ടുക, അല്ലെ? പ്രൊമോട്ട് ചെയ്യുക. ഡേറ്റ മോഡലിംഗ് സ്കീമാസ് എൻഫോഴ്സസ് ഡേറ്റ ക്വാളിറ്റി ബിഫോർ ലോഡിംഗ് ഇൻടു ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്. അതിലോട്ട് കയറ്റുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു എഫിഷ്യൻസി ഡേറ്റ ക്വാളിറ്റി നമ്മൾ കൂട്ടുക എന്നാണ് പറയുന്നത്. അതായത് ഡയമെൻഷൻസ് ആൻഡ് ഫാക്ട് ആർ ടൈഡ് അപ്പ് by foreign keys that act as a constraint for referential integrity, check to prevent fraudulent data from being loaded into schema. അതായത് ഈ ഡയമെൻഷനും ഫാക്റ്റും എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുക, ടൈഡ് അപ്പ് ബന്ധപ്പെട്ട് കിടക്കുക. എങ്ങനെയാണ്? ഫോറിൻ കീ യൂസ് ചെയ്തത്. നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ SQL പഠിച്ചപ്പോൾ നമുക്ക് പ്രൈമറി കീ, ഫോറിൻ കീ, സൂപ്പർ കീ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ ഡയമെൻഷൻ ടേബിളും ഫാക്ട് ടേബിളും എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നു, ടൈഡ് അപ്പ് ആയിരിക്കും. അതായത് ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്താണ്? ടു പ്രിവെന്റ് ഫ്രോഡുലന്റ് ഡേറ്റ ഫ്രം ബീങ് ലോഡഡ് ഇൻ ടു സ്കീം. അതായത് അതിന്റെ ഒരിക്കലും അതിന്റെ ഡേറ്റ നഷ്ടപ്പെട്ടു പോകത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരും ആക്സസ് ചെയ്തുകൊണ്ട് പോകത്തില്ല. പിന്നെ ഒപ്റ്റിമൈസ് പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാല്, ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിമൈസ് എന്തായിരിക്കും? ഒപ്റ്റിമൈസ് അതായത് ഡേറ്റ മോഡലിംഗ് ബ്രേക്സ് ദി ഡേറ്റ ഇൻടു ഡയമെൻഷൻസ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ലിങ്ക് ദം വിത്ത് എ ഫോറിൻ കീ, thereby reducing redundancy. The data is stored in the optimized form and hence occupies less storage and retrieve fast. അതായത് ഡേറ്റ എപ്പോഴും ഒരു ഒപ്റ്റിമൈസ്ഡ് ഫോമിലായിരിക്കും കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്നതിനും ഉള്ള സ്പീഡും എഫിഷ്യൻസിയും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഓർഗനൈസേഷൻസ് ഡേറ്റ സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് വരുന്ന രീതിയാണ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെ? നമ്മളിപ്പോ അതായത് നമ്മൾ അതിന്റെ സ്പീഡ്, നമ്മൾ ചില ഫോൺ ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കാറില്ലേ? ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല സ്പീഡ് കിട്ടാൻ വേണ്ടി. ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കുറെ ഇങ്ങനെ ഫോണെ ആക്കി നമ്മൾ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യും, അതായത് സ്പീഡും എഫിഷ്യൻസിയും ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടി. എന്ന് പറയുന്നത് പോലെ ഒപ്റ്റിമൈസ് പെർഫോമൻസ്, അതായത് ഡേറ്റ മോഡലിംഗിൽ ഡേറ്റയെ ബ്രേക്ക് ചെയ്ത് ഫോറിൻ കീയുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്നതിനെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ റിഡൻഡൻസി കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഒപ്റ്റിമൈസ്ഡ് ഫോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് കുറച്ച് മതി, ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡേറ്റയുടെ ഒപ്റ്റിമൈസ് പെർഫോമൻസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ കൂട്ടും എന്ന് പറയുന്നത്. പിന്നെ റെഡ്യൂസ് നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡേറ്റ എലമെന്റ്സ്. പല ഡേറ്റ എലമെന്റ്സുമായിട്ട് പല റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന സ്കീമ ടു ഒപ്റ്റിമൈസ് ദി ക്വറി പെർഫോമൻസ്. അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്വറി നമുക്ക് the aggregate functions used in the schema optimize in the query performance posted by the customers. Aggregate functions use ചെയ്തുകൊണ്ട് query performance നമുക്ക്
ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതായത് കൊറി അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ റോ ഡേറ്റ ആയിട്ട് നിൽക്കുന്നതിന് അതായത് സമ്മറൈസ് എടുക്കാന്നേ ഉള്ളൂ അഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റോ ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിനൊക്കെ വേണ്ടി ഒരു സമ്മറി ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് നമ്മൾ എക്സലിൽ പഠിച്ചിട്ടില്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? അനലൈസ്, മിനിമം, മാക്സ്, സം, കൗണ്ട്, ആവറേജ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള അതുപോലെ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് അഗ്രിഗേറ്റ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ഈ ഡയമെൻഷണൽ മോഡലിന്റെ കീ ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെ സ്റ്റെപ്സുകൾ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും ഡയമെൻഷണൽ മോഡലിംഗിൽ? മെയിൻ ആയിട്ടും 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഐഡന്റിഫൈ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ഐഡന്റിഫൈ ഗ്രാനുലാരിറ്റി, ഐഡന്റിഫൈ ഡയമെൻഷൻ ആൻഡ് ആട്രിബ്യൂട്ട്സ്, ബിൽഡ് ദി സ്കീം. അങ്ങനെ 4 പോയിന്റ്സാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്സ് ഫോർ ഇൻവോൾവ് ഇൻ ഡയമെൻഷണൽ മോഡലിംഗ്. ഐഡന്റിഫൈ ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് ദി റൈറ്റ് ബിസിനസ് പ്രോസസ് ടു ബിൽഡ് എ ഡാറ്റ വെയർഹൗസ് ആൻഡ് ഐഡന്റിഫൈ ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡയമെൻഷണൽ മോഡലിംഗ്. ഡയമെൻഷണൽ മോഡലിംഗിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. This is very important step. Otherwise, this can lead to repeated process and software. അതായത് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് കുറച്ച് കൂടുതലായി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത് ആദ്യമേ ഓർക്കുക. നമ്മളൊരു ബിസിനസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഐഡന്റിഫൈ ഗ്രാനുലാരിറ്റി. അതായത് ഗ്രാനുലാരിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, സൈസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദിസ് ഡീകമ്പോസിംഗ് ഓഫ് ദി ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോബ്ലംസ് ഇൻ ദി ലോവസ്റ്റ് ലെവൽ ഇൻഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് സം ഡേറ്റ മന്ത് വൈസ്, സോ ടേബിൾ വുഡ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദി മന്ത് ഇൻ ദി ഇയർ. It depends on the report of submitted to the management. This is the size of data warehouse. The size in which data field are subdivided. സൈസിനെ നമ്മൾ ഒരു ഡേറ്റ ഫീൽഡിലുള്ള സൈസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധറായിരിക്കണം. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പോസ്റ്റ് അഡ്രസ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ അഡ്രസ് ഫീൽഡ് കൊടുക്കുമ്പോൾ പോസ്റ്റ് അഡ്രസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് അഡ്രസ് എത്ര ഉണ്ടോ, 6 ഡിജിറ്റ് ആണെങ്കിൽ 6 ഡിജിറ്റിനുള്ള സ്പേസ് അവിടെ കൊടുക്കാവുള്ളൂ. അല്ലെ 7 ഡിജിറ്റുള്ള സ്പേസും 5 ഡിജിറ്റുള്ള സ്പേസും കൊടുക്കരുത്. അതായത് അതാണ് ഗ്രാനുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മന്ത് വൈസ് ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർമാറ്റ് വേണം അതിനെ ഡിസൈൻ ചെയ്ത് വെക്കാൻ. അപ്പൊ മന്ത് വൈസ് ആകുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പം 12 മാസത്തെ കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്പേസിങ് വേണം. ചില ബിസിനസ്സിലാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ എടുക്കും, അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചൊരു ഗ്രാനുലാരിറ്റി കീപ്പ് ചെയ്യണം. പിന്നെ ഐഡന്റിഫൈ ഡയമെൻഷൻസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. Dimension of the data warehouse can be understood by the entities of the database. Dimension എന്ന് പറയുന്നത് അതിന്റെ entity, ഏതൊക്കെ entity വരാം. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു സ്റ്റുഡന്റ് റെക്കോർഡ് എടുത്താൽ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് എടുത്താൽ നമുക്ക് സ്റ്റുഡന്റ് റെക്കോർഡ് എടുത്താൽ സ്റ്റുഡന്റ് ഐ ഡി, സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് അഡ്രസ്, സ്റ്റുഡന്റ് ക്ലാസ്, അങ്ങനെ അങ്ങ് പോവില്ലേ? അപ്പൊ അതാ അതിന്റെ entity എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. അതായത് ലൈക്ക് ഐറ്റം, പ്രോഡക്ട്സ്, ഡേറ്റ്, സ്റ്റോക്ക്, എക്സെട്ര. പിന്നെ ബിൽഡ് ദി സ്കീമ. സ്കീമ എന്ന് പറയുമ്പോൾ ഡേറ്റാബേസ് സ്ട്രക്ചേഴ്സ് ഓർ അറേഞ്ച്മെന്റ് ഓഫ് കോളംസ് ഇൻ എ ഡേറ്റാബേസ് ടേബിൾ ഡിസൈഡ്സ് ദി സ്കീമ. അതായത് ഒരു ഡേറ്റാബേസ് നമുക്കിപ്പം പലതരത്തിലുള്ള സ്കീമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ടേബിൾ ഉണ്ടെന്ന് നമുക്കറിയാലോ. എപ്പോഴും ഒരു ഡേറ്റാബേസ് എടുത്താൽ അതിന് ഡിഫറെന്റ് ടേബിൾസ് ഉണ്ട്. അപ്പൊ ആ ടേബിൾസിന്റെ കോളംസിനെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്കീമ വെച്ചിട്ടായിരിക്കും. അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസും ആട്രിബ്യൂട്ട്സും ഐഡന്റിഫൈ ചെയ്ത് സ്കീമ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസും ആട്രിബ്യൂട്ട്സും വേണം. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഫീൽഡ് നെയിംസുകളൊക്കെ വെച്ച് വേണം ഒരു സ്കീമ ബിൽഡ് ചെയ്യാനെന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോണം. അതായത് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡയമെൻഷൻ, എന്തൊക്കെ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യണം ഒരു ഡയമെൻഷണൽ മോഡലിംഗ് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ ഗ്രാനുലാരിറ്റി, എത്രമാത്രം സൈസ് വരണം, എത്രയൊക്കെ ഡയമെൻഷൻസ് വരും, അതായത് ഏതൊക്കെ ഫീൽഡുകൾ അതിനകത്ത് വരും, ആട്രിബ്യൂട്ട്സുകൾ വരും. പിന്നെ അതിനെ ഈ ആട്രിബ്യൂട്ട്സും ഫീൽഡുകളുമായിട്ട് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, ആ സ്കീമിനെ കുറിച്ചുമാണ് അങ്ങനെയുള്ള പോയിന്റ്സുകളാണ് പറയുന്നത്. പിന്നെ ഐഡന്റിഫൈങ് ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻ. നമുക്ക് ഫാക്റ്റും ഡയമെൻഷനും എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഫാക്ട് ടേബിൾ, ഡയമെൻഷൻ ടേബിൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും നോക്കാം. ഫാക്ട് എന്ന് പറഞ്ഞാൽ an event. It measures which represents business items or transactions of items having association and context data. അതായത് ഈ ഫാക്ട് ടേബിളിനകത്ത് എപ്പോഴും ബിസിനസ് ഐറ്റംസ് അല്ലെ ട്രാൻസാക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് കാണുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല്
Fact table contains a description of all the primary keys of all tables used in a business process, which act as a foreign key in the fact table. അതായത് ഫാക്ട് ടേബിൾ എന്താന്ന് ചോദിച്ചാല് നമ്മളിപ്പം ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ടേബിളുകളുടെ എല്ലാം പ്രൈമറി കീകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്ട് ടേബിളിലായിരിക്കും. കാര്യം പിടികിട്ടിയോ? നമ്മളിപ്പോ ഒരു ബിസിനസ്സിൽ ഞാനിപ്പോ ഒരു ഡാറ്റ വെയർ ഹൗസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊരു ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിനകത്ത് എനിക്ക് 20 ടേബിൾ ഉണ്ടെന്ന് നോക്കുക. ആ 20 ടേബിളിലെയും ഓരോ ടേബിൾ എടുക്കുന്ന പ്രൈമറി കീ ഉണ്ടെന്ന് അറിയാലോ. ആ 20 ടേബിളിലെയും പ്രൈമറി കീ എല്ലാം കൂടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് ആയിരിക്കും ഫാക്ട് ടേബിൾ. ആ 20 ടേബിളും ആയിരിക്കും ഡയമെൻഷൻ ടേബിൾ. അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് 20 ടേബിളും ആയിരിക്കും ഡയമെൻഷൻ ടേബിൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. ദി ഫാക്ട് ടേബിൾ കണ്ടെയ്ൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദി പ്രൈമറി കീസ് ഓഫ് ഓൾ ദി ടേബിൾസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് പ്രോസസ് വിച്ച് ആക്ട് ആസ് എ ഫോറിൻ കീ ഇൻ ദി ഫാക്ട് ടേബിൾ. കേട്ടോ, അതിൽ ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യാം. പ്രൈമറി കീ, ഫോറിൻ കീ, സൂപ്പർ കീ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി നമ്പർ ഓഫ് കോളംസ് ഇൻ ദി ഫാക്ട് ടേബിൾ ഈസ് ലെസ് ദാൻ ദി ഡയമെൻഷൻ ടേബിൾ. അതായത് ഒരു നമ്പർ ഓഫ് കോളംസ് ഇൻ ദി ഫാക്ട് ടേബിൾ ഈസ് ലെസ് ദാൻ ദി ഡയമെൻഷൻ ടേബിളിനേക്കാളും കുറവായിരിക്കും. ഡയമെൻഷൻ ടേബിളിലായിരിക്കും എന്ത് കുറെ ഫീൽഡുകൾ ഇങ്ങനെ വരുന്നത്. അതിനകത്ത് ഒരു പ്രൈമറിക്ക് അല്ലേ കാണത്തുള്ളൂ. ആ പ്രൈമറിക്ക് നേരെ ഒരു ഫാക്ട് ടേബിളിലോട്ട് എക്സാമ്പിൾ വെച്ച് അടുത്ത നോട്ടിൽ പറയുന്നുണ്ട്. നമുക്ക് ഡയമെൻഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ വിച്ച് ഡിസ്ക്രൈബ്സ് വൺ ബിസിനസ് ഡയമെൻഷൻ. ഒരു ബിസിനസിന്റെ ഒരു ഡയമെൻഷനെ കാണിക്കുക. അതായത് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിന്റെ ഒരു വസ്തുവിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കാണിക്കുന്നു. ഡയമെൻഷൻ ഡിസൈഡ്സ് ദി കോണ്ടക്സ്റ്റുവൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി ഫാക്ട്. അപ്പൊ ഡയമെൻഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ടേബിൾസ് എസ്റ്റാബ്ലിഷ് ദി കോണ്ടക്സ്റ്റ് ഓഫ് ദി ഫാക്ട്. ആ ഫാക്ടിന്റെ സന്ദർഭം കാണിക്കുക. ഫാക്ട് ടേബിളിനകത്ത് എനിക്കൊരു സ്റ്റുഡന്റ് ഐ ഡി ഉണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് ഐ ഡിക്കകത്ത് എന്തൊക്കെ സ്റ്റുഡന്റ് ഐ ഡി എന്ന് പറയുന്ന ടേബിളിൽ എന്തൊക്കെ വരാം? സ്റ്റുഡന്റ് നെയിം വരാം, സ്റ്റുഡന്റ് അഡ്രസ് വരാം, സ്റ്റുഡന്റ് ക്ലാസ് വരാം, സ്റ്റുഡന്റ് പ്രോഗ്രാം വരാം, ഫീ ഡീറ്റെയിൽസ് വരാം, എന്തൊക്കെ വേണമെങ്കിലും വരത്തില്ലേ? അപ്പൊ അതായിരിക്കും ഏത് ഡയമെൻഷൻ ടേബിളിൽ വരുന്നത്. The data in a table are in a denormalized form, so it contains large number of columns as compared to fact. ഫാക്ടിനെ അപേക്ഷിച്ച് കോളംസ് കൂടുതലായിരിക്കും. നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ ടേബിൾ എന്ന് പറഞ്ഞാലും ഒരു ഡാറ്റ വെയർഹൗസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിനകത്തെ കാര്യങ്ങളാണ്. അപ്പൊ ഡാറ്റാബേസിനകത്ത് ഇപ്പൊ ഞാൻ പറയില്ല, എനിക്കൊരു 20 ഡാറ്റാബേസ് ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന 20 ടേബിൾ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിനകത്ത്. ആ 20 ടേബിളിലും 20 ടേബിൾ എന്ന് പറയുന്ന 20 ഇൻഡിപെൻഡന്റ് ടേബിളുകൾ, എല്ലാ ടേബിളിലും ഒരു പ്രൈമറി കീ കാണും. ആ പ്രൈമറി കീ എല്ലാം കൂടെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു ഫാക്ട് ടേബിളിലായിരിക്കും. എന്നിട്ട് ഇതിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇനി എക്സാമ്പിൾ നോക്കിയേ. For example, a student registration case study, a particular course have attributes like a student ID, course ID, program ID, date of registration, fee ID in fact table. Course summary can have course name, duration of the course, etc. Student information can contain personal details about the student like name, address, contact, etc. അപ്പൊ ഇപ്പുറത്ത് കണ്ടോ കേസ് സ്റ്റഡി കാണിച്ചിരിക്കുന്നത് കണ്ടോ അടുത്ത പേജില്. ഫാക്ട് ടേബിളിൽ എന്തൊക്കെ വരും? സ്റ്റുഡന്റ് ഐ ഡി, കോഴ്സ് ഐ ഡി, പ്രോഗ്രാം ഐ ഡി, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഫീ ഐ ഡി. ഇതെല്ലാമാണ് ഫാക്ട് ടേബിളിൽ വരുന്നത്. അതായത് പല ടേബിളുകളിലെ പ്രൈമറി കേസുകളായിരിക്കും ഫാക്ട് ടേബിളിൽ വരുന്നത്. ഇനി ഫാക്ട് ടേബിൾ എല്ലാം നോട്ട് ചെയ്ത് വേണം വെച്ചോണം. ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് പ്രൈമറി കീകൾ എല്ലാം കാണുന്നതാണ് ഫാക്ട് ടേബിൾ. ഡയമെൻഷൻ എന്ന് പറയുന്നതിനകത്ത് ഫീൽഡുകൾ കാണും. ഫീൽഡ് അതായത് ഈ ടേബിളിൽ നമ്മൾ നോർമലൈസ്ഡ് ഫോമിലായിരിക്കും ഫീൽഡ് വരുന്നത്. ഡയമെൻഷൻ ടേബിൾ ഇപ്പൊ സ്റ്റുഡന്റ് ഐ ഡി എടുക്കുവാണെങ്കിൽ അതിനകത്തെ സ്റ്റുഡന്റിന്റെ ടേബിളിലെ ഡീറ്റെയിൽസ് എല്ലാം ആയിരിക്കും സ്റ്റുഡന്റ് ഡയമെൻഷൻ ടേബിളിൽ കാണുന്നത്. അതായത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഡീറ്റെയിൽസ്, അല്ലെ ഫീ ഡീറ്റെയിൽസ്, എക്സെട്ര. അങ്ങനെയാണ് നമ്മൾ ഫാക്ട്സും ഡയമെൻഷനും എന്താണെന്ന് ഐഡിയ കിട്ടിയില്ലോ. ഫാക്ട് മീൻസ് എല്ലാ ടേബിളിലെയും പ്രൈമറി കീ വരുന്നു. അതാണ് ഫാക്ട് ടേബിൾ. ഡയമെൻഷൻ ടേബിൾ പറഞ്ഞാൽ ഓരോ ടേബിൾ നോർത്താൽ മതി. സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് ഐ ഡി തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് അഡ്രസ്സ്. നമ്മളിനി കോഴ്സ് എടുത്താൽ കോഴ്സ് ഐ ഡി, കോഴ്സ് നെയിം, കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. എംപ്ലോയി എടുത്താൽ എംപ്ലോയി ഡീറ്റെയിൽസ് എല്ലാം വരും. അതെല്ലാം വരുന്ന ഡയമെൻഷൻ ടേബിളിലായിരിക്കും. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 മെത്തേഡിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് ലാസ്റ്റ് വൺ. 2 രീതിയിലാണ് പറയുന്നത്. പിന്നെ അഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷമാണ് ഫയർ കോൺസ്റ്റലേഷൻ സ്കീമ പറയുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാർ സ്കീമ. അപ്പൊ നമ്മൾ സ്റ്റാർ ടോപ്പോളജി അങ്ങ് ആദ്യം മൈൻസിലോട്ട് വന്നാൽ മതി. ഇന്റർനെറ്റിൽ നമ്മൾ സ്റ്റാർ ടോപ്പോ ലാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർ ടോപ്പോളജി പഠിച്ചിട്ടില്ലേ?
അപ്പം സ്റ്റാർ ടോപ്പോളജി ഒന്ന് ജസ്റ്റ് ഓർത്ത് വന്നേ. അതായത് സെൻട്രൽ ആയിട്ടൊരു ഹബ്ബ് കാണും, അതിനെ കണക്ട് ചെയ്ത് ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ ടോപ്പോളജി പഠിച്ചേക്കുന്നത് എന്ന് പറയുന്നുള്ളൂ. മെയിൻ ആയിട്ട് സെൻട്രൽ ആയിട്ട് ഒരു ഫാക്ട് ടേബിൾ കാണും, ആ ഫാക്ട് ടേബിളിനെ കണക്ട് ചെയ്ത് പല ഡയമെൻഷൻ ടേബിൾ കാണും. അതാണ് സ്റ്റാർ സ്കീം. ഫിഗറിലോട്ട് നോക്കി ഒരു സ്റ്റാർ ഷേപ്പ് കാണുന്നില്ലേ എന്ന്, സ്റ്റാർ ഷേപ്പില് ഉണ്ടല്ലോ. ഇനി ആ ഫിഗറിൽ നോക്കിയ സെൻട്രൽ ഇരിക്കുന്ന ഫാക്ട് ടേബിൾ അല്ലേ, ആ ഫാക്ട് ടേബിളിലോട്ട് പല പല ഡയമെൻഷൻ ടേബിൾ കൊണ്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നില്ലേ. അപ്പൊ ആ ഡയമെൻഷൻ ടേബിളിന്റെ എല്ലാം പ്രൈമറി കീ ഫാക്ട് ടേബിളിൽ കാണും. ഇറ്റ് റെപ്രസെന്റ്സ് ദി മൾട്ടി ഡയമെൻഷണൽ മോഡൽ. ഇൻ ദിസ് മോഡൽ ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്. ഇത് മൾട്ടി ഡയമെൻഷണൽ മോഡലാണ്. അല്ലെ നമ്മൾ ആദ്യമേ DBMS പറയുമ്പോൾ അത് റോയും കോളവും ആയിട്ടേ വരുന്നുള്ളൂ. അപ്പൊ ഇത് മൾട്ടി ഡയമെൻഷനലാണ്. മൾട്ടി ഡയമെൻഷണൽ മോഡലാണ്. ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻ. ഡേറ്റ എപ്പോഴും ഫാക്റ്റിലും ഡയമെൻഷനിലും ആയിരിക്കും കാണിക്കുന്നത്. സ്റ്റാർ മോഡൽ ഈസ് അണ്ടർലൈൻ സ്ട്രക്ചർ ഫോർ എ ഡയമെൻഷണൽ മോഡൽ. ഇറ്റ് ഹാസ് വൺ ബ്രോഡ് സെൻട്രൽ ടേബിൾ ആൻഡ് എ സെറ്റ് ഓഫ് സ്മോളർ ടേബിൾസ് അറേഞ്ച്ഡ് ഇൻ എ സ്റ്റാർ ഡിസൈൻ അറൌണ്ട് ദി പ്രൈമറി ടേബിൾ. അതായത് ഇതിനകത്തൊരു സെൻട്രൽ ടേബിൾ കാണും, ദാറ്റ് ഈസ് ഫാക്ട് ടേബിൾ, ആൻഡ് എ സെറ്റ് ഓഫ് സ്മോളർ ടേബിൾ കാണും, ദാറ്റ് ഈസ് ഡയമെൻഷൻ ടേബിൾ. എന്നിട്ടൊരു സ്റ്റാർ ഡിസൈനിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, മനസ്സിലാക്കി പോകേണ്ടതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിഫറെന്റ് തരത്തിലുള്ള സ്കീമുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗർ ഒക്കെ ആണെങ്കിലും ഈസി ആയിട്ട് വരച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ട് സ്റ്റാർ സ്കീം ഈ ഫിഗർ വരച്ചു വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സെൻട്രലിൽ ഇങ്ങനെ വരച്ചു, ദെൻ അതിനെല്ലാം കണക്ട് ചെയ്ത് ഓരോ ടേബിൾ വരച്ച് വെച്ചു. എന്നിട്ട് ഇതിനെ എഴുതാൻ ഈ ഫിഗർ ഉണ്ടെ പിന്നെ എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. അതിന്റെ ഫീച്ചേഴ്സ് പറയുക. ഡേറ്റ ഈസ് ഇൻ ഡീനോർമലൈസ്ഡ് ഡേറ്റാബേസസ്. അതായത് ഡേറ്റ ഡീനോർമലൈസ്ഡ് ഡേറ്റാബേസസുകളിലായിരിക്കും, നോർമലൈസ് ചെയ്ത ഡേറ്റാബേസുകളിലല്ല ഡേറ്റ കിടക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ക്വറി റെസ്പോൺസ്. പെട്ടെന്ന് തന്നെ ക്വിക്ക് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്വറി കൊടുത്ത് റെസ്പോൺസ് കിട്ടുമെന്ന്. സ്റ്റാർ സ്കീമ ഇസ് ഫ്ലെക്സിബിൾ, ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് ആഡ് ഈസിലി. ഇങ്ങനെ ഒരു സ്കീമിലോട്ട് നമുക്ക് കൂടുതൽ ടേബിളുകളൊക്കെ ആഡ് ചെയ്ത് വെക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര ടേബിളുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. To reduce the complexity of metadata for developers and end users. ഡെവലപ്പേഴ്സിനും എൻഡ് യൂസേഴ്സിനും ഒക്കെ കോംപ്ലക്സിറ്റി, മെറ്റാഡേറ്റ കുറിച്ചുള്ള കോംപ്ലക്സിറ്റി ഒക്കെ കുറയ്ക്കാൻ പറ്റും സ്റ്റാർ സ്കീമയാണെങ്കിൽ. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും പറയുവാണ് സ്റ്റാർ സ്കീമയുടെ. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്വറി പെർഫോമൻസ്, ലോഡ് പെർഫോമൻസ്, ബിൽറ്റ് ഇൻ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി, ഈസി അണ്ടർസ്റ്റുഡ്. അതാണ് അഡ്വാൻറ്റേജ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെയും പറയുന്നുണ്ട്, ഡേറ്റ ഇന്റഗ്രിറ്റി കുറവാണെന്നും ലെസ് കേപ്പബിൾ ഓഫ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും പിന്നെ ഒന്നിൽ കൂടുതൽ ഒന്നും റിലേഷൻഷിപ്പ് ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെ എന്തൊക്കെയായിരിക്കാം അഡ്വാൻറ്റേജസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. സ്റ്റാർ സ്കീം ആർ ഈസി ഫോർ എൻഡ് യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് നാവിഗേറ്റ്. അതായത് നമ്മളെ പോലുള്ള എൻഡ് യൂസേഴ്സിന് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഫോളോ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വറി പെർഫോമൻസ്, അതായത് സ്പീഡിലായിട്ട് ക്വറി പെർഫോം ചെയ്യും എന്ന് പറഞ്ഞാല് in star schema databases have a smaller number of tables and a clear join path. Queries run faster than they do against the OLTP system. OLTP ട്രാൻസാക്ഷൻസിനെക്കാളും query ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യും കേട്ടോ. OLTP സിസ്റ്റത്തിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും queryകൾ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും ഏത് സ്റ്റാർ സ്കീമയിൽ. ലാർജ് ജോയിൻ queries are that involves multiple tables take only seconds or minutes to. അതായത് നമുക്കൊരു വലിയൊരു ക്വറി ആണെങ്കിലും അതിന്റെ റിസൾട്ടുകൾ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെ സെക്കൻഡുകൾക്കുള്ളിൽ അതിനെ നമുക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ സ്കീമ the dimensions are linked only through the central fact table. അതായത് നമ്മൾ ആ ഒരു ഫിഗറിൽ കണ്ടില്ലായിരുന്നോ, ആ ഫിഗറിൽ ഈ ഡയമെൻഷൻ ടേബിളിൽ നിന്ന് വരുന്ന ഡേറ്റ എല്ലാം ഈ ഫാക്ട് ടേബിളിലോട്ട് വരുന്നു. ഈ ഫാക്ട് ടേബിളിൽ നിന്നുകൊണ്ടാണ് എന്നിട്ട് അതിനെ ജോയിൻ ചെയ്ത് പാത്ത് ഉണ്ടാക്കുന്നതാണ് അടുത്ത സെന്റൻസ് പറയുന്നത്. when two dimension tables are joined in a query, only one join path intersects in the fact table. അപ്പം ക്വറി പെർഫോമൻസ് കൂടുതലായിരിക്കും ഇതിനകത്ത്. സ്റ്റാർ സ്കീമയെ ഓർത്ത് വെച്ചാൽ മതി. അതായത് OLTP സിസ്റ്റങ്ങളെക്കാളും ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് സ്റ്റാർ സ്കീമ വർക്ക് ചെയ്യും. പിന്നെ ലോഡ് പെർഫോമൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് സ്ട്രക്ചറൽ സിംപ്ലിസിറ്റി ഓൾസോ റെഡ്യൂസസ് ടൈം റിക്വയർഡ് ടു ലോഡ് ലാർജ് ബാച്ചസ് ഓഫ് ഡേറ്റ ഇൻ ടു എ സ്റ്റാർ സ്കീമ ഡാറ്റാബേസ്. അതായത് സിംപ്ലിസിറ്റി, അതായത് ടൈം ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്നാൽ ലാർജ് ബാച്ചസ് ഓഫ് ഡേറ്റയെ നമുക്ക് ഇതിലോട്ട് കയറ്റി വിടണം എന്നുണ്ടെങ്കിലും അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ലോഡ് പെർഫോമൻസ് കൂട്ടാൻ പറ്റും. പിന്നെ ബിൽറ്റ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി. റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്
referential integrity is each record in a dimension table has a unique primary key and all keys in a fact tables are legitimate foreign key drawn from the dimension table. അതായത് നമുക്ക് ഓരോ ടേബിളിലും ഇപ്പം ഫാക്ട് ടേബിളിലാണെങ്കിൽ പ്രൈമറി കീ ഉള്ളത് അല്ലെ, ആ പ്രൈമറി കീ എന്ന് പറയുന്നത് എല്ലാ ടേബിളിലെയും പ്രൈമറി കീ ഇത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി നിലനിർത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ആക്യുറസിയും കൺസിസ്റ്റൻസിയും കംപ്ലീറ്റ്നെസ്സും ഒക്കെ നിലനിർത്താൻ പറ്റും ഡേറ്റയുടെ. അതാണ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി കൊണ്ട് പറയുന്നത്. പിന്നെ ഈസിലി അണ്ടർസ്റ്റുഡ്, സ്റ്റാർ സ്കീമ ഈസ് ഈസി അണ്ടർസ്റ്റുഡ് ടു നാവിഗേറ്റ് വിത്ത് ഡയമെൻഷൻസ് ഷോൺ ഓൺലി ത്രൂ ദി ഫാക്ട് ടേബിൾ. നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ആ ഫിഗറിൽ ഇത് തൊട്ടിപ്പുറത്തെ ഫിഗർ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കി. ഫിഗർ 3 എക്സാമ്പിൾസ് ഓഫ് സ്റ്റാർ സ്കീമ കണ്ടോ? ആ ഫിഗറിനകത്ത് ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്, സെയിൽസ് എന്ന് പറയുന്ന ഫാക്ട് ടേബിൾ. എക്സാമ്പിൾ വെച്ചതാ പറഞ്ഞിരിക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഫാക്ട് ടേബിൾ ഉണ്ട്. ആ ഫാക്ട് ടേബിളില് എന്തോ നോക്കി, കാണുന്ന എല്ലാം പ്രൈമറി കീ അല്ലേ നോക്കി. ടൈം, ഐറ്റം, ബ്രാഞ്ച്, ലൊക്കേഷൻ, യൂണിറ്റ്, ഡോളേഴ്സ്, ഇതെല്ലാം പ്രൈമറി കീയാ. ഈ പ്രൈമറി കീ എന്ന് പറയുന്ന പല ഡയമെൻഷൻ കീയിലെ കീകളെ ഇങ്ങോട്ടൊരു ഫോറിൻ കീ ആയിട്ട് വന്നിരിക്കുന്നതാണ് അല്ലെ. ടൈം എന്ന് പറയുന്ന എവിടെയായിരിക്കും? ടൈം എന്ന് പറയുന്ന ഡയമെൻഷൻ ടേബിളിലെ കാര്യമായിരിക്കും. ഫിഗർ നോക്കിക്കോണം കേട്ടോ. ടൈം എന്ന് പറയുന്ന ആയിരിക്കും. അപ്പൊ ടൈമിനകത്ത് ടൈം കീ, ഡേ ഓഫ് ദി വീക്ക്, മന്ത്, ക്വാർട്ടർ, ഇയർ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു ടേബിൾ എന്ന് പറയുന്ന ഡയമെൻഷൻ ടേബിൾ ആണ്. ആ ടേബിള് അതിന്റെ പ്രൈമറി കീ സെയിൽസ് എന്ന് പറയുന്ന ഫാക്ട് ടേബിളുമായിട്ട് ഫോറിൻ കീ വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക ആണല്ലോ. അതുപോലെ തന്നെ വേറൊരു ഡയമെൻഷൻ ടേബിൾ ആണ് ഐറ്റം. അപ്പൊ ഐറ്റത്തിനകത്തെ ഐറ്റം കീ ഈ ഫാക്ട് ടേബിളിൽ വന്നിട്ടുണ്ട്. ഐറ്റം ഉണ്ട്, അതുപോലെ ലൊക്കേഷൻ ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, മെഷേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് തരത്തിലുള്ള ഡയമെൻഷൻ ടേബിൾസ് ഒരു ഫാക്ട് ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഫാക്ട് ടേബിൾ. അപ്പൊ എനിക്കിപ്പം ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഒരു സിറ്റി എനിക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫാക്ട് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന്. ഒരു കുറി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെ ഫാക്ട് ടേബിളിലോട്ട് നമ്മൾ നേരിട്ട് ഒരു കുറി കൊടുക്കുകയാണെങ്കിൽ ഫാക്ട് ടേബിൾ ഉടനെ പോയി ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ആക്സസ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് ലിമിറ്റേഷൻസും ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ഡേറ്റ ഇന്റഗ്രിറ്റി, ഡീനോർമലൈസ്ഡ് ആയതുകൊണ്ട് ഡേറ്റ ഇന്റഗ്രിറ്റി നമുക്ക് അതായത് നോർമലൈസ്ഡ് അല്ലെന്ന്. നമ്മൾ ഇന്നലെ നോർമലൈസേഷൻ, ഡീനോർമലൈസേഷൻ ഒക്കെ പറഞ്ഞതല്ലേ. അപ്പൊ നോർമലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് ഡാറ്റ ഇന്റഗ്രിറ്റി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ലെസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഡൈവേഴ്സ് ആൻഡ് കോംപ്ലക്സ് ക്വറീസ്. ഇച്ചിരി സങ്കീർണമായ ക്വറികളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇച്ചിരി പോരായ്മകളും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ഒരു സ്കീമ പറയുന്നുണ്ട്, അതിനകത്ത് നടക്കും. പിന്നെ നോ മെനി ടു മെനി റിലേഷൻഷിപ്പ് ഇവിടെ പറ്റത്തില്ല. മെനി ടു മെനി റിലേഷൻഷിപ്പ് ഒരിക്കലും അലോബിൾ അല്ല. അതായത് ഒരെണ്ണത്തിൽ നിന്നുകൊണ്ട് പലതെണ്ണത്തിലോട്ട് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും അലോബിൾ അല്ല. സ്റ്റാർ സ്കീമിൽ ഒന്നിൽ നിന്നുകൊണ്ട് ഒരെണ്ണത്തിലോട്ട് തന്നെയായിരിക്കും മൂവ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർ സ്കീം ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്കീമ എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാനും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കി ഒരു എക്സാമ്പിൾ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ പറയുന്നത് സ്നോഫ്ലേക്ക് സ്കീം. സ്നോഫ്ലേക്ക് എന്ന് പറയുന്നത് other modeling techniques is snowflake schema. Snowflake schema is the extension of star schema, which adds more dimension to give more meaning to the logical view of database. These additional tables are more normalized than star schema. അതായത് ഇവിടെ പറയുന്നത് സെൻട്രലൈസ്ഡ് ഫാക്ട് ടേബിൾ റിലേറ്റ്സ് ദി മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിൾ. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ ഇസ് ലൈക്ക് ദാറ്റ്. ഇത് സെൻട്രലൈസ്ഡ് ഫാക്ട് ടേബിൾ റിലേറ്റ്സ് ടു മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിൾ. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഫാക്ട് ടേബിൾ കാണും. ആ ഫാക്ട് ടേബിള് മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിളിലോട്ട് റിലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ഫിഗർ നോക്കി തന്നെ ആദ്യമേ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എന്നിട്ട് നമുക്ക് വേണേൽ സെന്റൻസ് വായിക്കാം. ഫിഗർ 4 സ്നോഫ്ലേക്ക് സ്കീമയിലോട്ടൊന്ന് പോയിന്റ് ചെയ്തേ. ഫിഗർ 4 അതായത് അവിടെ ഒന്ന് നോക്കിയാൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു സെയിൽസ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിളാണ് ഉള്ളത്. സെയിൽസ് ഐറ്റം അതാണ് ഫാക്ട് ടേബിൾ. അറിയത്തില്ലെങ്കിൽ അവിടെ ഫാക്ട് ടേബിൾ ആണ്, അത് എഴുതി വെക്കണം. എന്നിട്ട് ആ ഫാക്ട് ടേബിൾ നോക്കിയാൽ പ്രോഡക്റ്റ് ഐ ഡി, കസ്റ്റമർ ഐ ഡി, ഡേറ്റ്, സ്റ്റോർ ഐ ഡി, ക്വാണ്ടിറ്റി സോൾഡ്, എമൗണ്ട് സോൾഡ് എന്ന് പറയുന്ന കുറെ ഫീൽഡുകളുണ്ട്. അപ്പം പ്രോഡക്റ്റ് ഐ ഡി എന്ന് പറയുമ്പോൾ നേരെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഡയമെൻഷൻ ടേബിളിലോട്ട് മൂവ് ചെയ്യും. ടൈം ഐ ഡി ഓടിച്ചു പറഞ്ഞാൽ ടൈം എന്ന് പറയുന്ന അല്ല ഡേറ്റ് എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്തോട്ട് മൂവ് ചെയ്യും.
ഇനി കസ്റ്റമർ ആണ്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമറിലോട്ട് പോകുമ്പോൾ പക്ഷെ കസ്റ്റമർ സബായിട്ട് പിന്നെയും വേറെ കസ്റ്റമർ ടൈപ്പ് ഉണ്ട്. അപ്പൊ കണ്ടില്ലേ, അപ്പൊ നമ്മളിവിടെ പറയുന്ന സെന്റൻസ് ശരിയല്ലേ? അതായത് ഇറ്റ് ഹാസ് എ അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ ഇസ് ലൈക്ക് ദാറ്റ് സെൻട്രലൈസ്ഡ് ഫാക്ട് ടേബിൾ റിലേറ്റ്സ് ടു മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിൾ. സെൻട്രലൈസ്ഡ് ഒരു ഫാക്ട് ടേബിൾ കാണും, അതിനെ റിലേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിൾസ് കാണും. അതായത് കസ്റ്റമറിനെ നമ്മൾ പോയാൽ കസ്റ്റമറിന്റെ ടൈപ്പിലോട്ടൂടെ മൂവ് ചെയ്ത് പോകും. പിന്നെ ലൊക്കേഷൻ പോയാൽ ലൊക്കേഷന്റെ ടൈപ്പിലോട്ട് മൂവ് ചെയ്ത് പോവുക. ടെറിട്ടറി ആണോ റൂറൽ ആണോ അങ്ങനെയുള്ള ഇതാണെങ്കിൽ അങ്ങനെ ആ ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്ത് പോവുക. അങ്ങനെയാണ് സ്നോഫ്ലേക്ക് സ്കീമ വർക്ക് ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്റ്റാർ സ്കീമ നമ്മൾ സെൻട്രൽ ആയിട്ട് ഒരു ഫാക്ട് ടേബിൾ കാണും, അതിനെ കറക്റ്റ് ചെയ്ത് കുറെ ഡയമെൻഷൻ ടേബിൾ കാണും, നേരെ ഓരോ ടേബിളിലോട്ട് ജമ്പ് ചെയ്ത് പോകുന്നു. കൊറി ആക്സസിങ് ഈസി ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൊണ്ട് വ്യത്യാസമുണ്ട്. മൾട്ടിപ്പിൾ റിലേറ്റഡ് ഡയമെൻഷൻ ടേബിളിലോട്ട് ഫാക്ട് ടേബിളിൽ നിന്ന് ഡേറ്റ പോകും. അതാണ് ആ സെന്റൻസുകളിലെല്ലാം അവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നോർമലൈസ്ഡ് ടേബിൾസ്. ഇവിടെ ടേബിളുകൾ നോർമലൈസ്ഡ് ഫോം ആയിരിക്കും. ഓക്യുപ്പൈ ലെസ് ഡിസ്ക് സ്പേസ്, അല്ലെ, സ്പേസ് കുറഞ്ഞു മതി. പിന്നെ ഇറ്റ് റിക്വയർസ് മോർ ലുക്കപ്പ് ടൈം ആസ് മെനി ടേബിൾസ് ആർ ഇന്റർകണക്ട് ആൻഡ് എക്സ്റ്റൻഡ് ഡയമെൻഷൻ. ഇത് ഇവിടെ നമുക്ക് സ്പേസ് ലുക്കപ്പ് ടൈം കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. അതായത് ഒത്തിരി ടേബിളുകളായിട്ട് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്കൊരു ഫാക്ട് ടേബിളിൽ നിന്നുകൊണ്ട് ഞാൻ വേറൊരു കസ്റ്റമർ എടുക്കണേ, കസ്റ്റമർ പിന്നെയും പോയി വേറൊരു സബിൽ പോയല്ലേ വരുന്നത്, കസ്റ്റമർ ടൈപ്പോട് നോക്കുന്നില്ലേ. അങ്ങനെ നമ്മൾ ഒന്നിൽ കൂടുതൽ ടേബിൾസുകളായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ലുക്കപ്പ് ടൈം കൂടുതലാണ്. എന്തായിരിക്കും ലുക്കപ്പ് ടൈം? നമ്മൾ ഈ എക്സൽ ഒക്കെ പഠിച്ച ഫങ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, എച്ച് ലുക്കപ്പ്, വി ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞ്. അതായത് രണ്ട് ടേബിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക, അല്ലേ, ലുക്കപ്പ് ടൈമിൽ വരുന്നത്. അപ്പൊ അത് ജോയിൻ ചെയ്ത് വേണ്ടി എടുക്കാം. അപ്പൊ അവിടെ സമയം ആവശ്യമാണ്. അപ്പൊ സ്നോഫ്ലേക്ക് സ്കീമ മനസ്സിലായല്ലോ. അഡ്വാൻറ്റേജസ് പറയുന്നത് സ്നോഫ്ലേക്ക് സ്കീമ ഓക്യുപ്പൈസ് എ മച്ച് സ്മോളർ എമൗണ്ട് ഓഫ് ഡിസ്ക് സ്പേസ് കമ്പയർഡ് ടു സ്റ്റാർ സ്കീമേക്കാളും സ്പേസ് കുറവ് മതിയെന്ന് കേട്ടോ. പിന്നെ സ്നോഫ്ലേക്ക് സ്കീമ സ്മോൾ പ്രൊട്ടക്ഷൻ ഫ്രം വേരിയസ് ഡേറ്റ ഇന്റഗ്രിറ്റി ഇഷ്യൂസ്. ഈ പല ഡേറ്റ ഇന്റഗ്രിറ്റി ഇഷ്യൂസിൽ നിന്ന് നമുക്ക് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റിയോ ഡേറ്റ ഇന്റഗ്രിറ്റിയോ നമുക്ക് ഇത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റാർ സ്കീമേക്കാളും ഇത് ക്വാളിറ്റി ബെറ്റർ ആണെന്നാണ് പറയുന്നത്. സ്കീമേക്കാളും ക്വാളിറ്റി ബെറ്റർ ആണെന്നാണ് പറയുന്നത്. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കോംപ്ലക്സ് ഡാറ്റ സ്കീമുകളായിരിക്കും. അതായത് this complexity results more complicated source query joins. ഈ ക്വറികൾ വരുമ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് ഡാറ്റ സ്കീം ആയിട്ടാണ് പറയുന്നത്. പിന്നെ സ്ലോവർ അറ്റ് പ്രോസസിങ് ക്യൂബ് ഡാറ്റ. ഇതിന് ഇച്ചിരി ഫാസ്റ്റ് അല്ല, സ്ലോവർ ആയിരിക്കുന്നത്. സ്ലോവർ അറ്റ് പ്രോസസിങ് ക്യൂബ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സ്നോഫ്ലേക്ക് സ്കീമ ഇത് കോംപ്ലക്സ് ജോയിൻസ് റിസൾട്ട്സ് ഇൻ സ്ലോവർ ക്യൂബ് ഡാറ്റ പ്രോസസിങ്. സ്റ്റാർ സ്കീമ ഈസ് ജനറലി ബെറ്റർ ഫോർ ക്യൂബ് ഡാറ്റ പ്രോസസിങ്. സ്റ്റാർ സ്കീമ ആയിരിക്കും നല്ലതെന്ന് പറയുന്നു. ക്യൂബ് ഡാറ്റ പ്രോസസിങ്. എന്താണ് ക്യൂബ് ഡാറ്റ പ്രോസസിങ്? ക്യൂബ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സോർട്ട് ചെയ്യുക, ഹാഷ് ചെയ്യുക എന്നൊക്കെ കേട്ടില്ലേ. ഹാഷിംഗ് അൽഗോരിതം, ഗ്രൂപ്പിംഗ് അൽഗോരിതം, സോർട്ടിംഗ് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡാറ്റ സ്ട്രക്ചറിനകത്തല്ലേ, അല്ലേ? സീഡ് ഡാറ്റ സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോഴാണ് അതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സോർട്ടിങ്ങിനെയൊക്കെ എന്തായിരിക്കും ഇവിടെ സ്ലോവർ ആയിരിക്കും. ക്യൂബ് ഡാറ്റ പ്രോസസ്സിങ്ങിന് ഇത് സ്ലോവർ ആയിരിക്കും. പിന്നെ ലോവർ ഡാറ്റ ഇന്റഗ്രിറ്റി ലെവൽസ് ആയിരിക്കും. അതായത് ഇതിനകത്ത് ഇന്റഗ്രിറ്റി, അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർ സ്കീമാണ് നല്ലതെന്ന് പറയും. പക്ഷെ കൊറിയൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഇത് ഏതാണ് സ്നോഫ്ലേക്ക് സ്കീമാണ് നല്ലത്. നമ്മൾ എല്ലാ സ്കീമിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. സ്റ്റാർ ഷേപ്പിൽ സ്നോഫ്ലേക്ക് ആണെങ്കിൽ ഈ ഒരു എണ്ണത്തിലോട്ട് നോക്കുക. സെൻട്രൽ ഒരു ഫാക്ട് ടേബിൾ കാണും, പക്ഷേ ഈ ഫാക്ട് ടേബിൾ വേറെ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൂടെ നോക്കി വെക്കുക. ദെൻ അഗ്രിഗേറ്റ് ടേബിൾ. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമ്മറൈസ് ചെയ്യുന്നതിന് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. സിൻസ് ദി ഡാറ്റ വെയർഹൗസ് ദി ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ മൾട്ടി ഡയമെൻഷണൽ ക്യൂബ്. അല്ലെ, ഡാറ്റ എപ്പോഴും ഇപ്പൊ സ്റ്റോർ ചെയ്ത് നമ്മൾ മൾട്ടി ഡയമെൻഷനാന്ന് കണ്ടു. നമ്മൾ അതിൽ ഇത്രയും നാളും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് RDBMS ആണെന്നുള്ള കൺസെപ്റ്റിലായിരുന്നേ, റോയും കൊളവുമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്തത്. പക്ഷെ ഇപ്പം മനസ്സിലായില്ലേ, സ്റ്റാർ സ്കീം പറയുമ്പോൾ മൾട്ടി ഡയമെൻഷൻ വന്നില്ലേ, അല്ലെങ്കിൽ സ്നോഫ്ലേക്കിനകത്ത് പല ഡയമെൻഷനിലോട്ട് ഡാറ്റ പോയില്ലേ. അപ്പൊ മൾട്ടി ഡയമെൻഷൻ ആയിരിക്കും. ഇൻ ദി ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ദർ ആർ വേരിയസ് ടൂൾസ് അവൈലബിൾ ടു പ്രോസസ് queries posted on the data warehouse engine. These tools are called business intelligence tools. These tools help to answer the complex queries and take decisions. അപ്പൊ അതായത് ഈ ക്വറികളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് അവിടെ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾസ് കണ്ടെയ്ൻ ക്വറി റെഫറൻസ് ഡയമെൻഷൻ ടേബിൾ. അപ്പൊ അഗ്രിഗേറ്റ് ടേബിൾസ് എന്താ നമുക്ക് ആദ്യമേ നോക്കാം. എന്താണ് അഗ്രിഗേറ്റ് ടേബിൾ? ദേ ആർ ഓൾസോ കോൾഡ് സമ്മറി ടേബിൾസ്. അഗ്രിഗേഷൻ എന്നുള്ള പോയിന്റ് പറയുന്നത് സമ്മറിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ. സമ്മറി ടേബിൾ ആണ്.
ഇറ്റ് കണ്ടെയ്ൻസ് പ്രീ കമ്പ്യൂട്ടഡ് queries ഓഫ് ദി ഡാറ്റ വെയർഹൗസ് സ്കീമ. അതായത് നമുക്ക് ഡാറ്റ വെയർഹൗസ് സ്കീമയിലെ പ്രീ കമ്പ്യൂട്ടർ queriesനെയൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. ഇറ്റ് റെഡ്യൂസസ് ദി ഡയമെൻഷനാലിറ്റി ഓഫ് ദി ബേസ് ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിന്റെ ഡയമെൻഷനാലിറ്റി നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റെസ്പോണ്ട് ടു ദി queries ഓഫ് ദി ഡയമെൻഷൻസ് ദാറ്റ് ആർ സേവ്ഡ്. അതായത് കൊറിയോട് റെസ്പോണ്ട് ചെയ്യാൻ ഈ ഒരു അഗ്രിഗേറ്റ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അഗ്രിഗേറ്റ് ടേബിൾ ഒരു കിട്ടുക, അതായത് ഒരു സമ്മറി ടേബിൾ, അതായത് ഒരു സമ്മറി ബ്രീഫ് ആയിട്ട് വരുന്ന ടേബിൾ ആണ്. കൊറിയോടൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ അഗ്രിഗേറ്റ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നീഡ് ഫോർ ബിൽഡിംഗ് അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ, എന്തിനാണ് ഈ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ പറയുന്നത് അഗ്രിഗേറ്റ് ടേബിൾ ഓൾസോ റെഫേർഡ് ടു പ്രീ കമ്പ്യൂട്ടർ ടേബിൾസ് ആർ പാർഷ്യലി സമ്മറൈസ്ഡ് ഡാറ്റ സിംപ്ലി പുട്ടിംഗ് ഇൻ വൺ വേർഡ്. ഇറ്റ്സ് അബൌട്ട് സ്പീഡ് ഓർ ക്വിക്ക് റെസ്പോൺസ് ഓഫ് ക്വറീസ്. അതായത് സ്പീഡ് അല്ല റെസ്പോൺസിനെ കുറിച്ചുള്ള ഒരു ക്വറിയാണ് ഇതിനകത്ത് അഗ്രിഗേറ്റ് ടേബിളിൽ വരുന്നത്. സ്പീഡ് ഓർ റെസ്പോൺസിനെ കുറിച്ചുള്ള ഒരു ക്വറിയാണ് അഗ്രിഗേറ്റ് ടേബിളിനകത്ത് വരുന്നത്. അപ്പം അവിടെ നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷനാലിറ്റി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിസ്ക് സ്പേസിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ആവറേജ്, നമ്മളിപ്പോ എക്സലിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആവറേജ്, മിനിമം, മാക്സ് ഒക്കെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്ത് അതിനെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. For example, there is a company ABC Corporation Limited which takes orders online and if there are millions of customers transaction placing ഉണ്ട്. അതായത് ABC എന്ന് പറയുന്ന കമ്പനി ഉണ്ടെങ്കിൽ അവിടെ കുറെ ഓർഡർ ഓൺലൈൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് അവർക്കകത്ത് വന്നിട്ടുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? കസ്റ്റമർ വരും, പ്രോഡക്റ്റ് വരും, ഓർഡർ ഡേറ്റ് വരും. ഈ ഫാക്ട് ടേബിളിലാണെങ്കിൽ അവിടെ ഓർഡേഴ്സ് ആർ പ്ലേസ്ഡ് ബൈ ഫാക്ട് ഓർഡേഴ്സ്. അപ്പൊ ജനറേറ്റഡ് റിപ്പോർട്ട് മന്ത്ലി ഓർഡേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഇറ്റ് നീഡ്സ് ടു അഗ്രിഗേറ്റ് കുറി അല്ലെ. അപ്പൊ അതിനെ സമ്മറൈസ് ചെയ്തായിരിക്കും എടുക്കുന്നത്. അതായത് ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ് ദാൻ ഓട്ടോമാറ്റിക് ഫാക്ട് ടേബിൾ. ഇറ്റ് നിയർലി ടേക്സ് ദി ഹാഫ് ടൈം ഓഫ് എ ജനറൽ ക്വറി പ്രോസസ്സിംഗ്. അതായത് ഇതിന് സ്പേസ് കുറച്ച് മതി, ഫാക്ട് ടേബിളിനേക്കാളും കുറച്ച് സ്പേസ് മതി, ജനറൽ ക്വറി പ്രോസസ്സിങ്ങിന് ഹാഫ് ടൈം മതി എന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് അഡ്ജസ്റ്റ് ദി ഗ്രാനുലാരിറ്റി ഓഫ് എ ഡയമെൻഷൻ. ഒരു ഡയമെൻഷന്റെ ഗ്രാനുലാരിറ്റിയെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും, അതായത് സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. When the granularity of a dimension is changed, the fact table must be partially summarized to match the current grain of the new dimension. ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സൈസിനെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ റോൾ അപ്പ് ഓപ്പറേഷൻസ് ബേസ് ദി ഫാക്ട് ടേബിൾ ജനറേറ്റ് അഗ്രിഗേറ്റ് ടേബിൾ. റോൾ അപ്പ് റോൾ ഡൗൺ എന്ന് പറയുന്ന ഒലാപ്പ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തി വേണം ഈ ഒരു അഗ്രിഗേറ്റ് ടേബിൾസിന് ഫംഗ്ഷനിങ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. പിന്നെ അഗ്രിഗേറ്റ് ടേബിളിന്റെ അടുത്ത പോയിന്റ്, അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾസ് ആൻഡ് ഡിറൈവ്ഡ് ഡയമെൻഷൻ ടേബിൾസ്. അഗ്രിഗേറ്റ് ഫാക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ കാൽക്കുലേറ്റിംഗ് മെഷേഴ്സ് ഫ്രം മോർ അറ്റോമിക് ഫാക്ട് ടേബിൾസ്. ദീസ് ടേബിൾസ് കണ്ടെയ്ൻ SQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ലൈക്ക് ആവറേജ്, മുമ്പേ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ. മിനിമം, മാക്സ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്താണ് അഗ്രിഗേറ്റ് ടേബിൾ വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സമ്മറി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അറ്റോമിക് ഫാക്ട് ടേബിളിൽ നിന്നും മെഷർമെന്റ്സ് ഒക്കെ എടുത്താണ് അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവിടെ പറയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കും, നമുക്ക് അത് നോക്കാം. ചെക്ക് യുവർ പ്രോഗ്രസ് 2 എന്നുള്ളതിന്റെ മേളിലൊരു അഗ്രിഗേറ്റ് ടേബിൾസ് ആൻഡ് ഡിറൈവ്ഡ് ടേബിൾസ് എന്ന് പറയും കണ്ടോ. ആ ഒരു ഫിഗറിലോട്ട് നോക്കി. ഈ പാരഗ്രാഫ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഒരു ഫിഗറിനകത്ത് വരുന്നുണ്ട്. അതായത് അഗ്രിഗേറ്റ് ഫാക്ട് ടേബിള്, ഡിറൈവ്ഡ് ടേബിള്, ഫാക്ട് ടേബിൾ സപ്ലയർ എന്ന് പറയും 3 ടേബിൾ കണ്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ നോക്കിയൊന്ന് അഗ്രിഗേറ്റ് ഫാക്ട് ടേബിള്. അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു കൺഫേംഡ് ടേബിൾ ആയിരിക്കും. അതായത് കൺഫേംഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പിക് ഉണ്ടോ. എ കൺഫേംഡ് ഡയമെൻഷൻ ഈസ് എ ഡയമെൻഷൻ ദാറ്റ് ഈസ് ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ ഡാറ്റ മാർട്ട് ഓർ സബ്ജക്ട് ഏരിയ. An organization may use the same dimension table across different projects without making any change in the dimension table. അതായത് മൾട്ടിപ്പിൾ ഡേറ്റയിൽ ഷെയർ ചെയ്യുന്ന ഒരു കൺഫേംഡ് ഡയമെൻഷൻ ആയിരിക്കും ഈ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിളിൽ വരുന്നത്. ഇനി അവിടെ ഡിറൈവ്ഡ് ടേബിളിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഡിറൈവ്ഡ് ടേബിൾസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ സെക്കൻഡ് ലെവൽ ഡാറ്റ മാർട്ട് ഫോർ അക്രോസ് ഫംഗ്ഷണൽ ഏരിയാസ്. അതായത് ക്രോസ് ഫംഗ്ഷണൽ അനലൈസിസിന് വേണ്ടി സെക്കൻഡ് ലെവൽ മാർട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ടേബിളിൽ വരുന്നത്. പിന്നെ കൺസോളിഡേറ്റഡ് ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് is a fact table which has data from different fact tables used to form a schema within a common gain.
അപ്പൊ ഈ 3 ടേബിളും വെച്ച് പറയുന്നതിന് ഈ 3 ടേബിളിൽ നിന്നുകൊണ്ട് നമുക്ക് ദി ഡിറൈവ്ഡ് ടേബിൾസ് ആർ വെരി യൂസ്ഫുൾ ഇൻ ടേംസ് ഓഫ് പുട്ടിംഗ് ഫ്യൂവർ ലോഡ്സ് ഓൺ ദി ഡേറ്റ വെയർഹൗസ് എഞ്ചിൻ ഫോർ കാൽക്കുലേഷൻ. അതായത് നമുക്ക് ഈ ഒരു 3 ടേബിളിൽ നിന്നുകൊണ്ട് ഒരു സമ്മറി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അഗ്രിഗേറ്റ് ഫാക്ട് ടേബിളും അതുപോലെ ഡിറൈവ്ഡ് ടേബിളിൽ നിന്നുകൊണ്ട് ഒരു ഫാക്ട് ടേബിൾ സപ്ലയറിൽ അങ്ങനെ നമുക്കൊരു സമ്മറി ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് അനലിറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പൊ പ്രോഡക്റ്റ് ഐ ഡി, കാറ്റഗറി ഐ ഡി, സപ്ലയർ ഐ ഡി എന്ന് പറയും കുറെ ഉണ്ട് അഗ്രിഗേറ്റ് ടേബിൾ. അതായത് കൺഫേംഡ് ഡയമെൻഷൻസ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഡിറൈവ്ഡിലോട്ട് പോകും. ഡിറൈവ്ഡ് ആക്കാണ് പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് ടൈപ്പ്, പ്രോഡക്റ്റിനെ കുറിച്ചാണ് വരുന്നത്. ഇനി ഫാക്ട് ടേബിൾ ആണെങ്കിൽ സപ്ലയർ ഡീറ്റെയിൽസ്, സപ്ലയർ ഐ ഡി, അതിനകത്തെല്ലാം ഐഡികളെ കുറിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് വിവയിൽ നിന്ന് നമുക്കൊരു അഗ്രിഗേറ്റ് അതിനകത്ത് നമുക്കൊരു സമ്മറൈസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ. വേറൊരു സ്കീമയാണ്. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ ടോപ്പിക് ഇന്നത്തെ കവറേജ് തീരും. അതുകൂടെ സ്പീഡിൽ പറയാം. 10 minutes മോർ ഉണ്ടല്ലേ. ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീം. ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ സ്കീമ ഫോർ റെപ്രസെന്റിംഗ് മൾട്ടി ഡയമെൻഷണൽ മോഡൽ. അപ്പൊ മൾട്ടി ഡയമെൻഷണൽ മോഡലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മോഡൽ, ഒന്ന് സ്റ്റാർ സ്കീമ, ഒന്ന് സ്നോഫ്ലേക്ക് സ്കീമ. അതിനിടയ്ക്ക് ഒരു അഗ്രിഗേഷൻ ടേബിൾ കയറി വന്നേ ഉള്ളൂ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി. അത് കൂടാതെ വരുന്നതാണ് കോൺസ്റ്റലേഷൻ സ്കീമ. ഈ 3 സ്കീമയും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ദിസ് ടേം ഫാസ്റ്റ് കോൺസ്റ്റലേഷൻ ഇസ് ലൈക്ക് എ ഗാലക്സി ഓഫ് യൂണിവേഴ്സ് കണ്ടെയ്നിങ് സെവറൽ സ്റ്റാർസ്. അത് നമ്മളിപ്പോ അങ്ങനെ ആകാശത്തോട്ട് നോക്കുമ്പോഴത്തേനും കുറെ നക്ഷത്രങ്ങൾ, അതായത് ഒരു ഗാലക്സി കാണുന്നില്ലേ എന്ന് പറയുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഫാക്ട് സ്കീമ ഹാവിംഗ് 1 or more ഡയമെൻഷൻ ടേബിൾസ് ഇൻ കോമൺ ഷോയിങ് ദി ഫിഗർ ഷോ. അത് നമുക്ക് ആദ്യമേ ഫിഗർ ഒന്ന് നോക്കി. ആ ഫിഗറില് 2 ഡയമെൻഷൻ ടേബിളും 2 ഫാക്ട് ടേബിളും, എന്നിട്ട് ഇതെല്ലാം പല ഡയമെൻഷൻ ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. In the above figure, it can be observed that there are 2 fact tables and 2 dimension tables in pink box. Pink box കാണുന്നത് പിന്നെ കോമൺ ഡയമെൻഷൻ ടേബിൾസ് കണക്ടിങ് ബോത്ത് സ്റ്റാർ സ്കീം. അതായത് സ്റ്റാർ സ്കീമയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്നോഫ്ലേക്ക് സ്കീമയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ഷനിലോട്ട് വരുമ്പോഴാണ് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ആർ ഡിസൈനിങ് എ ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ ഫോർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അത് നമുക്ക് ഫിഗർ തന്നെ നോക്കി പറയാം. നോക്കിയേ, ഇപ്പം പ്ലേസ്മെന്റ്, വർക്ക്ഷോപ്പ് 2 ടേബിൾ എടുക്കുന്നുണ്ട്, 2 ഫാക്ട് ടേബിളാ. പ്ലേസ്മെന്റ്, വർക്ക്ഷോപ്പ്, പ്ലേസ്മെന്റ്, വർക്ക്ഷോപ്പ്. ഇനി ഫിഗറിലോട്ട് നോക്കിയാലും മതി. പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിളും ഉണ്ട്, അതുപോലെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്. ഈ പ്ലേസ്മെന്റിൽ അതെന്തൊക്കെ വരും? സ്റ്റുഡന്റ് റോൾ നമ്പർ, കമ്പനി ഐ ഡി, TPO ID. നീഡ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എലിജിബിൾ ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ്. ഇനി വർക്ക്ഷോപ്പിനകത്തോ സ്റ്റുഡന്റ് റോൾ നമ്പർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ID, TPO ID. നീഡ് ടു ഫൈൻഡ് ഔട്ട് ഫാക്ട്സ് അബൌട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെലക്ടഡ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡ് ദി വർക്ക്ഷോപ്പ് അല്ലെ. മറ്റേതിനകത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ്, അറ്റൻഡ് ചെയ്തു വർക്ക്ഷോപ്പിൽ. അങ്ങനെ 2 ടേബിളാണ് വന്നത്, ഒന്ന് വർക്ക്ഷോപ്പും ഒന്ന് പ്ലേസ്മെന്റും. ദർ ആർ 2 ഫാക്ട് ടേബിൾസ്, നെയിംലി പ്ലേസ്മെന്റ് ആൻഡ് വർക്ക്ഷോപ്പ്, വിച്ച് ആർ എ പാർട്ട് ഓഫ് 2 ഡിഫറെന്റ് സ്റ്റാർ സ്കീമ ഹാവിംഗ് ഡയമെൻഷൻ. അതിന് പല ഡയമെൻഷൻ ടേബിൾ ഉണ്ട്. കമ്പനി ഉണ്ട്, അതുപോലെ സ്റ്റുഡന്റ് ഉണ്ട്, പിന്നെ TPO ഉണ്ട്. എനിക്ക് ഒരു ഫാക്ട് ടേബിൾ പ്ലേസ്മെന്റ് എടുത്താൽ ആ പ്ലേസ്മെന്റിന് 3 ഡയമെൻഷൻ ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? കമ്പനി ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, TPO ഉണ്ട്. അങ്ങനെ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്. അതാണ് ഫാക്ട് കോൺസ്റ്റലേറ്റർ സ്കീം എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫാക്ട് ടേബിൾ. ആ ഫാക്ട് ടേബിളിലോട്ട് ഏതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? കമ്പനി, അതായത് ആദ്യം നമുക്കുള്ള സ്റ്റുഡന്റ്. അപ്പം സ്റ്റുഡന്റ് ID, സ്റ്റുഡന്റ് നെയിം, CGPA, അതായത് സ്റ്റുഡന്റ് ഗ്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. പ്ലേസ്മെന്റ് സെല്ലിൽ നിന്നുകൊണ്ട് അതായത് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഫാക്ട് ടേബിളിലോട്ട് ഒരു കൊറി വരുവാണെങ്കിൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സ്റ്റുഡന്റിന്റെ അകത്ത് പോയി എടുക്കാൻ പറ്റും. അപ്പൊ ആ സ്റ്റുഡന്റ് എവിടെയാണോ പ്ലേസ് ആയേക്കുന്നത് അങ്ങനെയാണ് കമ്പനിയുടെ ഐഡിയും കമ്പനിയുടെ നെയിമും ഒക്കെ എടുക്കാൻ പറ്റും. അതല്ല സ്റ്റുഡൻസ് ഏതെങ്കിലും TPO, അതായത് ഏതെങ്കിലും എലിജിബിൾ ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ നെയിമും ഏജും TPO ID, ആ TPO എന്ന് പറയുന്ന ടേബിളിൽ പോയി എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുക. ഇനി വർക്ക്ഷോപ്പ്, വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിൾ ആണെങ്കിൽ ആ വർക്ക്ഷോപ്പില് എന്തായിരിക്കും? വർക്ക്ഷോപ്പ് ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുണ്ട്, TPO ആയിട്ടുണ്ട്, സ്റ്റുഡന്റ് ID ആയിട്ടുണ്ട്. ഇപ്പൊ വർക്ക്ഷോപ്പിൽ ഇന്ന സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് പോയി സ്റ്റുഡന്റ് ഡയമെൻഷൻ ടേബിളിൽ പോയി എടുക്കുന്നു. ഇനി ആ സ്റ്റുഡന്റ്
ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോയിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐഡിയ എടുക്കണമെങ്കിൽ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡയമെൻഷൻ ടേബിളിലോട്ട് മൂവ് ചെയ്ത് പോകുന്നു. പിന്നെ എവിടെയെങ്കിലും പ്ലേസ് ആയിട്ടുണ്ടോ എന്നുള്ളത് TPO എന്ന് പറയുന്നതിനകത്തോട്ടും പോകുന്നു. അങ്ങനെ ഇത് പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുക. അതായത് ഒരു സ്റ്റാറും അല്ല സ്നോഫ്ലേക്കും അല്ല, അതിനെയാണ് ഫാക്ട് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഒരു മൾട്ടി ഡയമെൻഷണൽ മോഡൽ തന്നെയാണ്. അതായത് നമുക്കൊരു യൂണിവേഴ്സില് സ്റ്റാർസ് എല്ലാം കൂടെ ഇങ്ങനെ നിരന്നിരിക്കുന്നത് പോലെ അല്ലേ. അപ്പൊ നമുക്ക് 2 ഫാക്ട് ടേബിൾ ഉണ്ട്. ആ 2 ഫാക്ട് ടേബിളും പല ഡയമെൻഷൻ ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. 2 ഫാക്ട് ടേബിള് ഉള്ളൂ. അതായത് ആ 2 ഫാക്ട് ടേബിളിലോട്ട് കുറി വന്നാലും പല ഇതിൽ നിന്ന് പോയി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് വരിക. അപ്പൊ ബോത്ത് സ്റ്റാർ സ്കീമ ഹാവ് 2 ഡയമെൻഷൻ ടേബിൾസ് കോമൺ ആൻഡ് ഹെൻസ് ഫോമിങ് എ ഫാക്ട് കോൺസ്റ്റലേഷൻ ഓഫ് ഗാലക്സി സ്കീമ. അതായത് 2 സ്റ്റാർ സ്കീമകൾ ചേർന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതാകാം, ഒരു ഗാലക്സി സ്കീമയായിട്ട് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് ഡിഫറെന്റ് ഫാക്ട് ടേബിൾസ് ആർ എക്സ്പ്രസ്ലി അസൈൻഡ് ടു ഡയമെൻഷൻ. ഡിഫറെന്റ് ഫാക്ട് ടേബിൾസ് ഡയമെൻഷൻസ് വ്യക്തമായി നൽകിയിരിക്കും. ഫാക്ട് ടേബിൾ ഡയമെൻഷൻസ് കറക്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ സ്കീമ ഫോർ ഇംപ്ലിമെന്റേഷൻ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കീമയെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറ്റുള്ളൂ, ആ രീതിയിൽ അത് തന്നെ അഡ്വാൻറ്റേജ്. ലിമിറ്റേഷൻസ് പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് സ്കീമ ഇൻവോൾവ് ബിക്കോസ് ഓഫ് സെവറൽ അഗ്രിഗേഷൻ. അതായത് ഒത്തിരി അഗ്രിഗേഷൻ കാരണം കോംപ്ലക്സിറ്റി ഓഫ് സ്കീമയ്ക്ക് ഭയങ്കര സങ്കീർണമായിട്ട് നിൽക്കുന്നു, ഒരുപാട് അഗ്രിഗേഷൻസ് കാരണം. ഫാസ്റ്റ് കോൺസ്റ്റലേഷൻ സൊല്യൂഷൻസ് ഇസ് ഹാർഡ് ടു മെയിൻറ്റെയിൻ ആൻഡ് സപ്പോർട്ട്. അതായത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ഇതിൽ ഏത് സ്കീമ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ വെയർ ഹൗസ് ബിൽഡ് മോഡലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഇത്രയും നാൾ ഓർത്തോണ്ടിരുന്ന റോ കോളം വൈസ് അല്ലാതെ, നമുക്ക് റിലേഷണൽ ഡാറ്റാബേസ് അല്ലാതെ ഇങ്ങനെ പല മൾട്ടി ഡയമെൻഷണൽ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ടും ഡാറ്റയെ സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മളുടെ കൊറി ജനറേറ്റ് ചെയ്യണം. കൊറി ജനറേറ്റ് ചെയ്യണമെങ്കിൽ കൊറിക്കായിട്ടുള്ള ടൂളുകൾ വേണം. അപ്പൊ ആ ഡാറ്റാബേസിൽ ഡാറ്റ വെയർഹൗസിൽ ഏത് ഡാറ്റാബേസ് ആണെന്ന് യൂസ് ചെയ്തതിനെ ബേസ് വേണം കൊറി ഡെവലപ്പ് ചെയ്യാൻ. കൊറി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അതിനെക്കുറിച്ച് കുറെ ഫീൽഡുകളും കാര്യങ്ങളും എല്ലാം നോക്കി വേണം ഇത് ഡെവലപ്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ 3rd ചാപ്റ്ററിന്റെ ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 4 എടുക്കാം, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡിംഗ്. ഓക്കെ, താങ്ക് യു.